നമ്മുടെ സബ്ജക്റ്റ് അനാലിസിസ് ഓഫ് അൽഗോരിതംസ് ആൻഡ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ്. നിങ്ങളുടെ സിലബസിൽ ചില PSC എക്സാം സിലബസിലൊക്കെ ചിലപ്പോൾ ഡാറ്റ സ്ട്രക്ചേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ അനാലിസിസ് പഠിക്കാതെ ഡാറ്റ സ്ട്രക്ചർ പഠിക്കുന്നത് ആക്ച്വലി അത്ര യൂസ്ഫുൾ അല്ല. കാരണം എപ്പോഴും നമ്മൾ ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഡാറ്റ സ്റ്റോർ ചെയ്യണം, റിട്രീവ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു അൽഗോരിതത്തിന്റെ കൂടെ പഠിക്കുമ്പോഴാണ് കുറച്ചും കൂടെ എഫക്റ്റീവ് ആവുക. മേ ബി സോ നമുക്ക് അനാലിസിസ് പഠിച്ചിട്ട് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ സ്ട്രക്ചേഴ്സ് പഠിക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അൽഗോരിതംസ്, ഡാറ്റ സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ചിട്ട് അൽഗോരിതംസിന് ടൈം കോംപ്ലക്സിറ്റി ഒക്കെ മെഷർ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മുടെ ക്ലാസ്സിന്റെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റത്തെ ഒരു 3-4 ക്ലാസ്, മേ ബി ഒരു 4 ക്ലാസ്സസ് നമ്മൾ മെയിൻലി അനാലിസിസിന്റെ പോർഷനിലാണ് നമ്മൾ ചെയ്യാം. പിന്നെ ഒരു 6 ക്ലാസ്സോളം നമ്മൾ ഡിസൈൻ, ഈ അനാലിസിസിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ടെക്നിക്സ് ഒക്കെ വെച്ചിട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റും, ഡിസൈനിൽ എങ്ങനെയൊക്കെ അനാലിസിസ് ചെയ്യാൻ പറ്റുന്നത് നോക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡാറ്റ സ്ട്രക്ചേഴ്സ് നോക്കും. ഇതാണ് ഏകദേശം ഒരു ഔട്ട്ലൈൻ ഉണ്ടാവുക. പിന്നെ ഇതെന്റെ ഒരു എക്സ്പെക്ടേഷൻ ആണ്, നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് ലോഗരിതമിക്സ് പ്രോപ്പർട്ടീസും അതേപോലെ എക്സ്പോണൻഷ്യൽ പ്രോപ്പർട്ടീസും എല്ലാവർക്കും അറിഞ്ഞിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ. അപ്പൊ നിങ്ങൾ ഈ ഒരു സ്ലൈഡിന്റെ സ്ക്രീൻഷോട്ട് എല്ലാവരും എടുത്ത് വെക്കുക. നിങ്ങൾക്ക് ഈ സ്ലൈഡിലുള്ള ഈ പ്രോപ്പർട്ടീസ് അറിയില്ലെങ്കിൽ ഇത് നിങ്ങൾ തനിയെ പോയി പഠിക്കണം. ഇത് പഠിപ്പിക്കാനുള്ള ഒരു സമയം നമുക്ക് ഉണ്ടാവില്ല. ഇത് പ്യുവർലി ലോഗരിതമിക് ആയിട്ടുള്ള ലോഗരിതമിക് പ്രോപ്പർട്ടീസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലോഗ് AB എന്ന് പറഞ്ഞാൽ ലോഗ് A പ്ലസ് ലോഗ് B ആണ്. അതേപോലെ ലോഗ് B A raised to n to the base B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n into log A to the base B ആണ്. അങ്ങനെ കുറച്ച് പ്രോപ്പർട്ടീസ്, ലോഗരിതമിക് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ്, അതേപോലെ എക്സ്പോണൻഷ്യൽസിന്റെ സം പ്രോപ്പർട്ടീസ്. ഈ ലോഗരിതമിന്റെ 7 പ്രോപ്പർട്ടി, ഈ 7 പ്രോപ്പർട്ടി നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. അതേപോലെ എക്സ്പോണൻഷ്യൽസിന്റെ ഒരു 6 പ്രോപ്പർട്ടി, ഈ 6 പ്രോപ്പർട്ടി നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത് നമ്മൾ ഒരുപാട് തവണ ഉപയോഗിക്കും. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട്, ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇതിലെ പ്രോപ്പർട്ടീസ് ഒക്കെ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നെറ്റിലൊക്കെ നോക്കി പഠിക്കാം. ഓക്കെ, ഇതെന്റെ എക്സ്പെക്ടേഷൻ ആണ്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടീസ് ഒക്കെ അറിയാന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ആണ് ഞാൻ ക്ലാസ് എടുക്കുക. ഓക്കെ, എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്തല്ലോ അല്ലേ? ഓക്കെ, അനാലിസിസ് ഓഫ് അൽഗോരിതം ഞാൻ പറഞ്ഞു, അതാണ് ഫസ്റ്റ് പോർഷൻ നമ്മൾ കവർ ചെയ്യാം. അനാലിസിസ് ഓഫ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ തിയററ്റിക്കൽ സ്റ്റഡി ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാം പെർഫോമൻസ് ആൻഡ് റിസോഴ്സ് യൂസേജ്. ഇറ്റ്സ് എ തിയററ്റിക്കൽ സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി കമ്പ്യൂട്ടറിന്റെ ആവശ്യമില്ല. ഈ ഒരു പഠനം നടത്താൻ വേണ്ടി നമുക്ക് കമ്പ്യൂട്ടറിന്റെ ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് പെന്നും പേപ്പറും മതി എന്ത് ചെയ്യാൻ, ഈ അനാലിസിസ് ഓഫ് അൽഗോരിതംസ് സ്റ്റഡി ചെയ്യാൻ. നമുക്ക് കമ്പ്യൂട്ടറിന്റെ ആവശ്യമില്ല. ഓക്കെ ആണോ? ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത് കമ്പ്യൂട്ടറിന്റെ പ്രോഗ്രാം പെർഫോമൻസും അതുപോലെ തന്നെ എന്തൊക്കെ റിസോഴ്സ് ഏതൊക്കെ ഉപയോഗിക്കുന്നുള്ളതാണ്. റിസോഴ്സ് മെയിൻലി നമ്മൾ നോക്കുന്നത് മെമ്മറി മാത്രമാണ്. ഓഫ് കോഴ്സ് പ്രോസസർ ഈസ് എ റിസോഴ്സ്, ബട്ട് നമുക്ക് അതെന്താണ്, കമ്പ്യൂട്ടർ പ്രോഗ്രാം പെർഫോമൻസിൽ അത് വരും. അപ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ റിസോഴ്സ് നോക്കുക മെമ്മറിയാണ്. അതുപോലെ തന്നെ വേറെ റിസോഴ്സസുകളുണ്ട്. മേ ബി ഒരു നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം ആണെങ്കിൽ എത്ര ബാൻഡ് വിഡ്ത്ത് ഉപയോഗിക്കുന്നു നമുക്ക് ചിലപ്പോൾ കണ്ടുപിടിക്കേണ്ടി വന്നേക്കാം. അപ്പോൾ അത് ബാൻഡ് വിഡ്ത്ത് ഒരു വേറൊരു റിസോഴ്സ് ആണ്. പക്ഷെ ഇവിടുത്തെ നമ്മുടെ സാധാരണ നമ്മൾ പഠിക്കുന്നതിൽ റിസോഴ്സ് ആയിട്ട് നമ്മൾ നോക്കുന്നത് മെമ്മറി മാത്രമാണ്. അതുകൂടാതെ പിന്നെ പ്രോഗ്രാമിന്റെ പെർഫോമൻസ് എത്രമാത്രം എഫക്റ്റീവ് ആണ് നമ്മുടെ പ്രോഗ്രാം. ഇതാണ് ഈ അനാലിസിസ് ഓഫ് അൽഗോരിതം നമ്മൾ നോക്കുക. ആസ് ഐ മെൻഷൻ, ഇറ്റ് ഈസ് ആക്ച്വലി എ തിയററ്റിക്കൽ സ്റ്റഡി. ഓക്കെ, ഫസ്റ്റ് സെഷനിൽ നമ്മൾ നോക്കുന്നത് റണ്ണിങ് ടൈം ഓഫ് നോൺ റിക്കസീവ് അൽഗോരിതംസ് ആണ്. എന്ന് പറഞ്ഞാൽ റിക്കസീവ് അൽഗോരിതംസ് അല്ല, അത് നമ്മൾ വേറെ മേ ബി ടുമാറോ അല്ലെങ്കിൽ ഡേ ആഫ്റ്റർ ടുമാറോ നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെയാണ് റിക്കസീവ് അൽഗോരിതംസ് അനലൈസ് ചെയ്യാൻ നോക്കും. ഇപ്പൊ നമ്മൾ അനലൈസ് ചെയ്യുന്ന എല്ലാം തന്നെ നോൺ റിക്കസീവ് ആയിട്ടുള്ള അൽഗോരിതംസ് ആണ്. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഒരു പ്രോഗ്രാം വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് എനിക്ക് ഈ പ്രോഗ്രാമിന്റെ റണ്ണിങ് ടൈം കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കും. ഇതാണ് എൻ്റെ പ്രോഗ്രാം. ഓക്കെ, അപ്പൊ ഈ പ്രോഗ്രാം എന്താണ് ചെയ്യുന്നത് നോക്കാം. ജസ്റ്റ് നെയിം ഫൈൻഡ് ട്രൂ ആണ്. ഇറ്റ്സ് ആക്ച്വലി ഗോയിങ് ടു ടേക്ക് എ ബൂളിയൻ എറേ. അതിന്റെ പേര് വാല്യൂ എന്നാണ് ആ എറേന്റെ പേര്. ഇറ്റ്സ് ഗോയിങ് ടു ടേക്ക് എ ബൂളിയൻ എറേ. ഓക്കെ, അപ്പോൾ സം ബൂളിയൻ എറേ. ഓക്കെ, അതിൽ കുറച്ച് ട്രൂ, ഫാൾസ്, ഫാൾസ്, ട്രൂ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. റൈറ്റ്, ഫസ്റ്റ് ലൈനിൽ ഒരു ഐ എന്നുള്ള വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യുന്നുണ്ട്. ദെൻ ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ n, ഐ പ്ലസ് പ്ലസ്. ഇപ്പൊ n വരെയാണ് പോകുന്നത്. മേ ബി n is the size of the array. Okay, n is the size of the array. If value of I is equal to, if value of I means value of I is true, then
the program will stop and return true. Otherwise, the program will continue in this loop and finally it will return false. അപ്പോൾ ഈ പ്രോഗ്രാം ഫാൾസ് റിട്ടേൺ ചെയ്യപ്പോഴാണ് ഫാൾസ് റിട്ടേൺ ചെയ്യുക? ഈ തന്നിട്ടുള്ള എറയിലെ എല്ലാ എലമെന്റ്സും ഫാൾസ് ആവുമ്പോഴാണ് എന്ത് ചെയ്യുക? ഈ പ്രോഗ്രാം ഫാൾസ് റിട്ടേൺ ചെയ്യുക. ഏതെങ്കിലും ഒരു എലമെന്റെങ്കിലും ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും? ഈ പ്രോഗ്രാം ട്രൂ റിട്ടേൺ ചെയ്യും. ഇതെല്ലാവർക്കും ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ ഇനി എന്റെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ഇത് ഈ ക്ലാസ്സിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 99 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ഈ പ്രോഗ്രാം നിങ്ങളോട് സി പ്രോഗ്രാം ആണ് നിങ്ങളോട് എന്ത് ചെയ്യാൻ പറയുന്നത്? നിങ്ങളുടെ പ്രോസസ്സറിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യാൻ പറയുന്നത്? പ്രോഗ്രാം എഴുതി റൺ ചെയ്യാൻ പറയും. അപ്പൊ റൺ ചെയ്യുമ്പോൾ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തെടുക്കുന്ന ഒരു ടൈം ഉണ്ടാവുമല്ലോ. ആ ടൈം എല്ലാവർക്കും സെയിം ആയിട്ടാണോ കിട്ടുക, അല്ല ഡിഫറെന്റ് ആയിട്ടാണോ കിട്ടുക? എന്റെ ക്വസ്റ്റ്യൻ മനസ്സിലായോ? അതായത് ഈ പ്രോഗ്രാം നിങ്ങളിപ്പം നിങ്ങളെ കമ്പ്യൂട്ടറിൽ റൺ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ആൻസർ സെയിം റണ്ണിങ് ടൈം ആണോ കിട്ടുക, അല്ലെ ഡിഫറെന്റ് റണ്ണിങ് ടൈം ആണോ കിട്ടുക? ഡിഫറെന്റ് ആയിട്ടുള്ള റണ്ണിങ് ടൈം ആണ് കിട്ടുക. എന്താണ് അതിന്റെ കാരണം? ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ പ്രോസസ്സറിന്റെ സ്പീഡാണ്, അല്ലേ? അല്ലെങ്കിൽ വേറെ രീതി പറയുകയാണെങ്കിൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി മെഷീൻ, റൈറ്റ്? നിങ്ങൾ ഏത് മെഷീനിലാണോ എക്സിക്യൂട്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവും, റൈറ്റ്? ആ പ്രോസസ്സറിന്റെ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെയോ ഡിപ്പെൻഡ്സ് ഓൺ ദി ഇൻപുട്ട്, റൈറ്റ്? ഡിപ്പെൻഡ്സ് ഓൺ ദി ഇൻപുട്ട്. എന്താണ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഇൻപുട്ട് നിങ്ങൾ പറയാൻ കാരണം? ഡിപ്പെൻഡ്സ് ഓൺ ദി ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ കൊടുക്കുന്ന എറയിൽ എല്ലാം, ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് അസ്യൂം ഡിപ്പെൻഡ്സ് ഓൺ ദി മെഷീൻ നമ്മൾ ഫസ്റ്റ് പറഞ്ഞല്ലോ. ഞാൻ അസ്യൂം ചെയ്യാണ് നമ്മളെല്ലാവരുടെ അടുത്തും ഒരേ ഹാർഡ്വെയർ ഡിവൈസ് ആണെന്ന് വിചാരിക്കും. ഹാർഡ്വെയർ ഡിവൈസ് ഒക്കെ സെയിം ആണെന്ന് വിചാരിക്കും. എങ്കിൽ പോലും എല്ലാവർക്കും റൺ ചെയ്യുമ്പോൾ ഒരേ ഔട്ട്പുട്ട് ഒരേ ടൈം വരണം നിർബന്ധമില്ല. കാരണം എന്താ വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഒരാൾ ട്രൈ ചെയ്തിട്ടുള്ളത് ഫോർ എക്സാമ്പിൾ ട്രൂ ഫാൾസ് ഫാൾസ് ഈ ഇതായിരിക്കും ഒരു പക്ഷെ ഒരാൾ ട്രൈ ചെയ്തിട്ടുള്ള അറേ. അപ്പൊ എന്താ സംഭവിക്കാം? ഫസ്റ്റ് എലമെന്റ് തന്നെ ട്രൂ ആയതുകൊണ്ട് ഈ വാല്യൂ ഓഫ് ഐ, റൈറ്റ്, ഐ ഈക്വൽ 0 ആകുമ്പോൾ തന്നെ എന്ത് ട്രൂ എന്ന് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യും? റിട്ടേൺ ചെയ്യും. വേറൊരാള് ഒരു പക്ഷേ കൊടുത്തിരിക്കുന്ന അറേന്റെ എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൾസ് ഫാൾസ് ട്രൂ ആണെന്ന് വിചാരിക്കും. അപ്പൊ അയാളുടെ കേസിൽ എന്താണ്? ഈ വൈൽ ലൂപ്പ് ഈ ഫോർ ലൂപ്പ് എന്താണ് 2 തവണ എക്സിക്യൂട്ട് ചെയ്ത് 3ാമത്തെ തവണയാണ് എന്ത് ചെയ്യാം? ഈ ട്രൂ കണ്ടിട്ട് റിട്ടേൺ ചെയ്യാം. അപ്പൊ വേറൊരാൾ കൊടുക്കുന്നത് ഫാൾസ് 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 ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിലോ 3 തവണ കഴിഞ്ഞിട്ട് ആണ് എന്ത് ചെയ്യുക? ഫാൾസ് റിട്ടേൺ ചെയ്യുക. അപ്പം ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഇൻപുട്ട്. ലെറ്റ്സ് അസ്യൂം നമ്മൾ ഇൻപുട്ട് ഫിക്സ് ചെയ്യാൻ വിചാരിക്കും. ഞാൻ പറയണ ഇൻപുട്ട് ഇതാണ് എന്റെ ഇൻപുട്ട്. ഇൻപുട്ടിന്റെ മീൻസ് എലമെന്റ്സ് എല്ലാം ഫാൾസ് ആണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മെഷീൻ എല്ലാവർക്കും സെയിം ആണ്. സ്റ്റിൽ ഇറ്റ് മേ ബി you may be getting different answers, right? Because എന്താണ്? ഇൻപുട്ട് സൈസിന് അത് ഡിപ്പെൻഡ് ചെയ്യും. ഇൻപുട്ട് സൈസ് എന്ന് പറഞ്ഞാൽ ഒരാൾ മേ ബി എറേന്റെ സൈസ് 3 ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക, വേറൊരാൾ എറേന്റെ സൈസ് മേ ബി 10 ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക, റൈറ്റ്? മേ ബി വേറൊരാൾ ഉപയോഗിക്കുന്ന എറേന്റെ സൈസ് 100 ആയിരിക്കാം, റൈറ്റ്? സോ അതിനെ ഡിപ്പെൻഡ് ചെയ്യും, റൈറ്റ്? ഇൻപുട്ട് സൈസിന് ഡിപ്പെൻഡ് ചെയ്യും. മെയിൻലി ഒരു പ്രോഗ്രാമിന്റെ റണ്ണിങ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബേസിക്കലി ഈ 3 കാര്യങ്ങൾ എന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്യും. എന്തൊക്കെയാണ്? ഡിപ്പെൻഡ്സ് ഓൺ ദി മെഷീൻ, ഡിപ്പെൻഡ്സ് ഓൺ ദി ഇൻപുട്ട് ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഇൻപുട്ട് സൈസ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഡിപ്പെൻഡൻസി ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എങ്ങനെയാണ് ഡിപ്പെൻഡൻസി ഒഴിവാക്കുക? ഓക്കെ ആണ്. അപ്പൊ ഫസ്റ്റ് ഡിപ്പെൻഡൻസി എന്താണ്? ഡിപ്പെൻഡ്സ് ഓൺ ദി മെഷീൻ, റൈറ്റ്? ഡിപ്പെൻഡ്സ് ഓൺ ദി മെഷീൻ. ഞാൻ അടുത്ത സ്ലൈഡിൽ എഴുതാം. സോ ഫസ്റ്റ് ഡിപ്പെൻഡൻസി പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി മെഷീൻ, റൈറ്റ്? ഓൺ ദി മെഷീൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഡിഫറെന്റ് മെഷീൻസ് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താണ്? എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഡിഫറെന്റ് ടൈം വരും, റൈറ്റ്? അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഡിപ്പെൻഡൻസി ഒഴിവാക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അസംഷൻ എന്താ വെച്ചാൽ എല്ലാ പ്രോഗ്രാമും റൺ ചെയ്യുന്നത് റാം എന്നുള്ള റാൻഡം ആക്സസ് മെഷീൻ, ഇതാണ് റാം മെഷീനാണ്. അതായത് റാൻഡം ആക്സസ് മെഷീൻ. ഇറ്റ്സ് എ തിയററ്റിക്കൽ മെഷീൻ. ഓക്കെ, ഇറ്റ്സ് എ തിയററ്റിക്കൽ മെഷീൻ ആണ്.
അപ്പൊ എല്ലാവരും പ്രോഗ്രാം റൺ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഈ റാം എന്നുള്ള റാൻഡം ആക്സസ് മെഷീനിലാണ് റൺ ചെയ്യുക. ഇവിടെ ഈച്ച് ഇൻസ്ട്രക്ഷൻ takes let's assume 1 unit of time. 1 unit of time. ഏത് ഇൻസ്ട്രക്ഷൻ ആണെങ്കിലും ഒരു യൂണിറ്റ് ഓഫ് 1 യൂണിറ്റ് ഓഫ് ടൈം ആണ് എടുക്കുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തില്ല, ഈ മിഷൻ ഡിപ്പെൻഡൻസ് ഇല്ല. എന്താണ്? എല്ലാം എന്താണ് ഈ റാം മെഷീനിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഏത് ഇൻസ്ട്രക്ഷൻ ആണെങ്കിലും എന്താണ്, ഇറ്റ് ടേക്സ് 1 യൂണിറ്റ് ഓഫ് ടൈം. അപ്പൊ ഈ ഡിപ്പെൻഡൻസി ഒഴിവായല്ലോ, അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. രണ്ടാമത്തെ ഡിപ്പെൻഡൻസി എന്താണ്? Depends on the input. Depends on the input size, right? Input size. Sorry, input size അല്ല, input order, right? Input order. ഇൻപുട്ടിന്റെ ഓർഡറിന് എന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്യും. ഞാൻ ചുമ്മാ നിങ്ങളോട് ഒരു പ്രോഗ്രാമിന്റെ റണ്ണിങ് ടൈം കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കുള്ള കൺഫ്യൂഷൻ എന്താണ്? ഈ ഓർഡർ എന്താണ് എന്നുള്ളതാണ് കൺഫ്യൂഷൻ, റൈറ്റ്? അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഒരു അസംഷൻ എടുക്കുന്നുണ്ട്. എന്താണ് അസംഷൻ വെച്ചാൽ, ചിലപ്പോൾ നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി പറയുന്നുണ്ടാവില്ല പലപ്പോഴും, പക്ഷെ അസംഷൻ എന്താ വെച്ചാൽ നമ്മൾ ഓൾവേസ് വി ലുക്ക് ഫോർ വേർസ്റ്റ് കേസ് റണ്ണിങ് ടൈം. അത് പറഞ്ഞില്ലെങ്കിലും നമ്മൾ ആക്ച്വലി എപ്പോഴും നോക്കുക വേർസ്റ്റ് കേസ് റണ്ണിങ് ടൈം ആണ്. വേർസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഒരാൾ ചോദിക്കുകയാണ് നിങ്ങളുടെ പ്രോഗ്രാം റൺ ചെയ്യാൻ എത്ര ടൈം എടുക്കും. അപ്പൊ നമ്മൾ പറയാണ് ഓക്കെ, ഇത് ചിലപ്പോൾ ഒരു ബെസ്റ്റ് കേസിൽ ഒരു 10 സെക്കൻഡിൽ റൺ ചെയ്യും എന്ന് പറയുന്നത് യാതൊരു വിധത്തിലുള്ള ഗ്യാരണ്ടിയും ആ യൂസർക്ക് കൊടുക്കുന്നില്ല. നമ്മളൊരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ പറയാണ് വേർസ്റ്റ് കേസിൽ ഇറ്റ്സ് ഗോയിങ് ടു ടേക്ക് 20 സെക്കൻഡ്സ്. നമ്മൾ പറയണം വേർസ്റ്റ് കേസിൽ ഇറ്റ്സ് ഗോയിങ് ടു ടേക്ക് 20 സെക്കൻഡ്സ്. അപ്പൊ അവിടെ ഒരു ഗ്യാരണ്ടി ഉണ്ട്. എന്താണ്? എന്തൊക്കെ സംഭവിച്ചാലും ഏത് ഇൻപുട്ട് ഓർഡർ ആണെങ്കിലും വേർസ്റ്റ് കേസിലാണ് എന്താവുന്നത്? 20 സെക്കൻഡ്സ് ആവുന്നത്, അല്ലെ? അപ്പൊ ഓൾവേസ് വേർസ്റ്റ് കേസ് ആക്ച്വലി ഗീവ്സ് എ ഗ്യാരണ്ടി, ഒരു കോൺഫിഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അത് ഇമ്പാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഓൾവേസ് നമ്മൾ എന്താണ് പറഞ്ഞിട്ടില്ലെങ്കിൽ ഓൾവേസ് നമ്മൾ വേർസ്റ്റ് കേസിലോട്ട് മാത്രമാണ് എന്ത് ചെയ്യാം, ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ ആണോ? ഇപ്പൊ ഞാനിപ്പോ നിങ്ങളോട് ഈ പ്രോഗ്രാമിന്റെ റണ്ണിങ് ടൈം കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്താണ്? ദിസ് പ്രോഗ്രാം ഈസ് ഗോയിങ് ടു റൺ ഓൺ എ റാൻഡം ആക്സസ് മെഷീൻ where each instruction takes 1 unit of time, right? Second, ഇൻപുട്ട് ഓർഡറിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണ്? ഇൻപുട്ട് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കണം? ഈ പ്രോഗ്രാമിന്റെ വേർസ്റ്റ് കേസ് എങ്ങനെയാണ് ഉണ്ടാവുക, അതായിരിക്കണം എന്ത്, നമ്മുടെ ടൈം കോംപ്ലക്സിറ്റിന്റെ മെഷർ. ഓക്കെ ആണോ? വേർസ്റ്റ് കേസ് ക്ലിയർ ആണോ? Then third one is actually input size of the input. അപ്പോൾ ഓൾവേസ് ഇൻപുട്ടിന്റെ സൈസ് കൂടുന്നതനുസരിച്ചിട്ട് എന്താണ് ടൈം മാറുന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പാണ്, അല്ലെ? ഇൻപുട്ടിന്റെ സൈസ് ഭൂരിഭാഗം കേസിൽ ഇൻപുട്ടിന്റെ സൈസ് കൂടുമ്പോൾ എന്താവും? ടൈം മാറും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആക്ച്വലി ഓൾവേസ് ഈ ടൈം പറയുമ്പോൾ വി ഷുഡ് സേ ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് ഇൻപുട്ട് സൈസ്. ഓക്കെ, നമ്മൾ എത്ര ഇപ്പൊ 10 സെക്കൻഡ്സ് എന്നല്ല നമ്മൾ പറയാം, 10 ഇൻറ്റു മേ ബി n ആണ് നമ്മുടെ ഇൻപുട്ടിന്റെ സൈസ് എങ്കിൽ 10 ഇൻറ്റു n, അല്ലെങ്കിൽ 100 ഇൻറ്റു n, അല്ലെങ്കിൽ 200 ഇൻറ്റു n സ്ക്വയർ, അങ്ങനെ നമുക്ക് പറയാം. അപ്പൊ എന്താണ് എപ്പോഴും എന്താണ് ഫങ്ഷൻ ഓഫ് ഇൻപുട്ട് സൈസ് ആയിരിക്കും. ക്ലിയർ ആണോ? വെച്ചാല് ഞാൻ ഇതിന്റെ റണ്ണിങ് ടൈം കാണാൻ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണ്? നമ്മൾ റൺ ചെയ്യാൻ പോകുന്നത് റാൻഡം ആക്സസ് മെഷീനിലാണ്. നമ്മൾ ആക്ച്വലി കണ്ടുപിടിക്കാൻ പോകുന്നത് വേർസ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി ആണ്. ഈച്ച് ഇൻസ്ട്രക്ഷൻ ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് 1 യൂണിറ്റ് ടൈം ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ലൈൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി എത്ര ടൈം എടുക്കും എന്ന് ചോദിച്ചാൽ ഈ ഒരു പർട്ടിക്കുലർ ലൈൻ എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അല്ലെ? ദിസ് ഈസ് ഗോയിങ് ടു എക്സിക്യൂട്ട് ഓൺലി 1 ടൈം. ഈ ഫോർ ലൂപ്പ് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യും? വേർസ്റ്റ് കേസ് ആണെന്ന് ആലോചിക്കാം. എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യും? n ആണോ it's going to execute n plus 1 times. 0 ആവും 1 ആവും, റൈറ്റ്? അവസാനം n വരെ പോണം. അപ്പൊ n ആണെന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ ഒരു തവണയും കൂടെ എന്ത് ചെയ്യും? ഇത് എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് ബ്രേക്ക് ആവുക, right? So this particular line is going to get executed n plus 1 time, right? If value of I return to the two statements ആണ്.
if value of I, ഇത് എത്ര തവണ എക്സിക്യൂട്ട് ആവും? If value of I, this particular line will get executed n times, right? N times. Return true. ഈ ഒരു particular statement എത്ര തവണ എക്സിക്യൂട്ട് ആവും? Return true. Remember, we are talking about worst case. In worst case, all the elements are actually false. All the elements are false. Right? So this will be getting executed 0 times, right? Is that right? Clear ആണോ എല്ലാവർക്കും? അത് ക്ലിയർ ആണോ? Sir, return true and return false ഒന്നുകൂടെ പറയൂ സർ. അതായത് ഇഫ് വാല്യൂ ഓഫ് ഐ എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് ഐ ട്രൂ ആണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ പ്രോഗ്രാം ട്രൂ റിട്ടേൺ ചെയ്യുക, അല്ലേ? അത് ഈ ഫോർ ലൂപ്പിനുള്ളിലാണ്. അവിടെ ബ്രാക്കറ്റ് കണ്ടില്ലേ? ഈ ഫോർ ലൂപ്പിനുള്ളിലാണ്. അപ്പൊ ഈ ഫോർ ലൂപ്പിൽ നിന്ന് പുറത്ത് വന്നാലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഫാൾസ് റിട്ടേൺ ചെയ്യുക. അപ്പൊ ഈ റിട്ടേൺ ട്രൂ ചെയ്യണമെങ്കിൽ എന്താവണം? ഈ എറേയില് എന്തുണ്ടാവണം? ട്രൂ ഉണ്ടാവണം. ഇറ്റ്സ് എ ബൂളിയൻ എറേ. വാല്യൂ എന്നാൽ ഞാൻ കൊടുക്കുന്ന എറേ ഫോർ എക്സാമ്പിൾ എല്ലാ എലമെന്റ്സും ഫാൾസ് ആണ്. ഇതാണ് വേഴ്സ്റ്റ് കേസ്, റൈറ്റ്? എല്ലാ എലമെന്റ്സും ഫാൾസ് ആണ്. അപ്പോൾ ഐ ഈക്വൽ 0 ഫസ്റ്റ് ഇതിൽ വരും. വാല്യൂ ഓഫ് ഐ എന്ന് പറഞ്ഞാൽ ഫാൾസ് ആണ്. റിട്ടേൺ ട്രൂ വർക്കാവോ? ഇല്ല, റൈറ്റ്? തിരിച്ച് വീണ്ടും കൊണ്ടുതന്നെ പോകും, റൈറ്റ്? അടുത്ത എലമെന്റ് എടുക്കും, അതും ഫാൾസ് ആണ്, അടുത്തതും ഫാൾസ് ആണ്, അടുത്തതും ഫാൾസ് ആണ്. അപ്പൊ ആക്ച്വലി റിട്ടേൺ ട്രൂ ഒരിക്കലും എക്സിക്യൂട്ട് ആവുന്നില്ല. എന്താണ് എക്സിക്യൂട്ട് ആവുക? റിട്ടേൺ ഫാൾസ് ആണ് എന്ത് ചെയ്യുക? എക്സിക്യൂട്ട് ആവുക. ദിസ് ഈസ് ഗോയിങ് ടു ഗെറ്റ് എക്സിക്യൂട്ടഡ് 1 ടൈം. ക്ലിയർ ആണോ? ഫോൾസ് ആവുന്നതേ വേസ്റ്റ് കേസ് ആണെന്ന് എങ്ങനെയാ പറയാൻ പറ്റുന്നത്? ഓക്കെ, ബിക്കോസ് സി ഐ വാണ്ട് ഈ ഫോർ ലൂപ്പ് ഫുൾ എക്സിക്യൂട്ട് ചെയ്താലും ഒന്നും റിട്ടേൺ ചെയ്യാതിരിക്കാന്നുള്ളതാണല്ലോ അതിന്റെ വേസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് തന്നെ ഫോർ എക്സാമ്പിൾ ട്രൂ ആണെന്ന് വിചാരിക്കും. ഇവിടെ ഫസ്റ്റത്തെ എലമെന്റ് ട്രൂ ആണെന്ന് വിചാരിക്കും, ബാക്കിയൊക്കെ ഫാൾസ് ആണെന്ന് വിചാരിക്കും. അപ്പൊ എന്താ സംഭവിക്കുക? ഫോർ ഐ ഇസ് ഈക്വൽ 0, ഐ ഈക്വൽ 0 എന്ന ഈ വാല്യൂ ആണ്. വാല്യൂ ഓഫ് 0 ഇത്രയാണ്, ട്രൂ ആണ്. അപ്പൊ തന്നെ എന്താണ്? റിട്ടേൺ ട്രൂ എന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാമിന് പുറത്തേക്ക് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമിന് പുറത്തു പോലെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഈ ഫംഗ്ഷൻ പുറത്തോട്ടാണല്ലോ പോവാ നമ്മള്. അപ്പൊ ഈ ഫോർ ലൂപ്പ് ഒറ്റ തവണ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളൂ, അല്ലേ? ക്ലിയർ അല്ലേ? ഇപ്പൊ ഇത് ഫാൾസും ഇത് ഫാൾസും ഇത് ട്രൂ ആയിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? ഫസ്റ്റ് തവണ ഫാൾസ് ആയതുകൊണ്ട് വീണ്ടും പോകും. പക്ഷെ ഇവിടെ ട്രൂ ആയത് അപ്പൊ തന്നെ നിൽക്കും. ഓക്കെ ആണോ? അപ്പൊ അതിന്റെ വേഴ്സ്റ്റ് കേസിലോട്ട് പോകണമെങ്കിൽ എന്ത് വേണം? എല്ലാ എലമെന്റ്സും ഫാൾസ് ആവണം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇതിന്റെ ടോട്ടൽ ടൈം അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? ടോട്ടൽ ടൈം ഒരു കാര്യം കൂടെ സർ, റിട്ടേൺ ടു 1 ടൈം പോകത്തില്ലേ സർ? ട്രൂ ആവുമ്പോഴല്ലേ പോകുള്ളൂ. ട്രൂ ആവണില്ലല്ലോ, എല്ലാം ഫാൾസ് അല്ലേ വെച്ചിരിക്കുന്നത് നമ്മള്. എല്ലാ എലമെന്റ്സും ഫാൾസ് അല്ലേ? ഓക്കേ സർ, വേഴ്സ്റ്റ് കേസ് എടുക്കുന്ന. അതെ, വേഴ്സ്റ്റ് കേസ് ആണ് നമ്മൾ ചിന്തിക്കുന്നുള്ളൂ, വേറെ നമ്മൾ ചിന്തിക്കുന്നില്ല. ഓക്കേ സർ. ഓക്കെ, അപ്പൊ ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി 1 പ്ലസ്, റൈറ്റ്? 1 പ്ലസ് n പ്ലസ് 1 പ്ലസ് n പ്ലസ് 0 പ്ലസ് 1, റൈറ്റ്? സോ വി ആർ ഗെറ്റിംഗ് 2n പ്ലസ് 3, റൈറ്റ്? 2n പ്ലസ് 3. അപ്പൊ ഈ പ്രോഗ്രാമിന്റെ റണ്ണിങ് ടൈം എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? 2n പ്ലസ് 3 ആണ്. ഇത് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ, ഇനി ആക്ച്വലി റണ്ണിങ് ടൈം കണ്ടുപിടിക്കാൻ എത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ അതിന്റെ ബേസിക് കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ഇൻസ്ട്രക്ഷനും എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യുന്നത് കണ്ടുപിടിക്കുക. ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി 1 യൂണിറ്റ് ടൈം ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഓരോ ഇൻസ്ട്രക്ഷനും എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ഇക്വേഷൻ കിട്ടും. അതായിരിക്കും ശരിക്കും അതിന്റെ എന്ത്? റണ്ണിങ് ടൈം. ഓക്കെ ആണോ? പക്ഷെ നമുക്ക് ആക്ച്വലി അനാലിസിസ് ഓഫ് അൽഗോരിതം നമ്മൾ കുറച്ചും കൂടെ കാര്യങ്ങൾ
കുറച്ചും കൂടെ എളുപ്പമാണ് കാര്യങ്ങൾ. നമ്മൾ ആക്ച്വലി അനാലിസിസ് ഓഫ് അൽഗോരിതത്തിൽ 3 നൊട്ടേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് ബിഗ് ഒ നൊട്ടേഷൻ, വേറൊന്ന് തീറ്റ നൊട്ടേഷൻ, വേറൊന്ന് ഒമേഗ നൊട്ടേഷൻ. ഇങ്ങനെ 3 നൊട്ടേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. റൈറ്റ്? ഇതിനെ അസിംപ്ടോട്ടിക് നൊട്ടേഷൻസ് നമ്മൾ വിളിക്കാം. ഈ അനാലിസിസിനെ അസിംപ്ടോട്ടിക് അനാലിസിസ് നമ്മൾ വിളിക്കാം. എന്താണ് ബിഗ് ഒ, തീറ്റ അല്ലെങ്കിൽ ഒമേഗ എന്നുള്ളത് നമ്മൾ പിന്നീട് പഠിക്കാം. ഇപ്പൊ നിങ്ങൾ അതിനെ പറ്റി ടെൻഷൻ അടിക്കരുത്. ഓക്കെ, നിങ്ങൾ ചിലർക്കൊക്കെ അത് അറിയുന്നുണ്ടാവും. കാരണം ഇത്രയേ ഉള്ളൂ. ഇത് 3 സെയിം ആണെന്ന് വിചാരിക്കും. ഇറ്റ് ഇസ് നോട്ട് സെയിം. ഓക്കെ, നിങ്ങൾ ഇപ്പൊ അസംഷൻ ഒരു ഫസ്റ്റത്തെ 1-2 ക്ലാസ്സിൽ നിങ്ങൾ അസ്യൂം ചെയ്ത് ഇത് 3 സെയിം ആണെന്ന് വിചാരിക്കും. ഇതിന്റെ ഡിഫറൻസ് ഒക്കെ എന്തൊക്കെയാണ് മാറുക എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇത് 3 എന്താണ് സെയിം ആണെന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെങ്ങനെ ബിഗ് ഒ നൊട്ടേഷനിലോട്ട് മാറ്റാം, അതിനെങ്ങനെ തീറ്റ നൊട്ടേഷനിലോട്ട് മാറ്റാം, എങ്ങനെ ഒമേഗ നൊട്ടേഷനിലോട്ട് മാറ്റാം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 റൂളുള്ളൂ. ഒന്ന് പറഞ്ഞാല് ഡ്രോപ്പ് ദി low order terms. Second, drop the leading constants. ഇതാണ് ആ റൂള്. വളരെ സിമ്പിൾ ആയിട്ടുള്ള റൂളാണ്. എന്താണ്? ഡ്രോപ്പ് ദ ലോ ഓർഡർ ടേംസ്, ഡ്രോപ്പ് ദി ലീഡിങ് കോൺസ്റ്റന്റ്സ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫംഗ്ഷനെ തന്നുള്ള ഫംഗ്ഷനെ ബിഗ് ഒ നൊട്ടേഷനോ തീറ്റ നൊട്ടേഷനോ ഒമേഗ നൊട്ടേഷനോ എഴുതാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്കൊരു ഇതേപോലെ ഒരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാം ഞാൻ അനലൈസ് ചെയ്ത് ഇതേപോലെ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ 2n² + 5n + 1000. ഇങ്ങനെയാണ് കിട്ടിയെന്ന് വിചാരിക്കും. നമുക്ക് എന്ത് വേണമെങ്കിലും കിട്ടാം അല്ലെ, ഡിപ്പെൻസ് ഓൺ ദി പ്രോഗ്രാം. നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടാം. അപ്പൊ ഇങ്ങനെയാണ് കിട്ടിയെന്ന് വിചാരിക്കും. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫംഗ്ഷൻ എങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ബിഗ് ഒ നൊട്ടേഷൻ എഴുതാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഡ്രോപ്പ് ദ ലോ ഓർഡർ ടേംസ്. ലോ ഓർഡർ ടേംസ് എന്തൊക്കെയാണ്? ഇവിടുത്തെ ഹയർ ഓർഡർ ടേം എന്ന് പറഞ്ഞാൽ n² ആണ്. ഈ പോളിനോമിയൽ ഫംഗ്ഷനിലെ ഹയർ ഓർഡർ ടേം എന്താണ്? n² ആണ്. അപ്പൊ ബാക്കിയുള്ളതൊക്കെ ലോ ഓർഡർ ടേംസ് ആണ്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക? ഡ്രോപ്പ് ചെയ്യുക. ഡ്രോപ്പ് ദി ലീഡിങ് കോൺസ്റ്റന്റ്സ്. എന്ത് ചെയ്യുക? ലീഡിങ് കോൺസ്റ്റന്റ്സ് ഡ്രോപ്പ് ചെയ്യുക. എന്താണ് ആ ലീഡിങ് കോൺസ്റ്റന്റ്? ഇവിടെ 2 ആണ്. അപ്പൊ നമുക്ക് എന്താ ബാക്കി കിട്ടുന്നത്? n² ആണ്. അങ്ങനെയാണെങ്കിൽ 2n² + 5n + 1000 എനിക്ക് ബിഗ് ഒ ഓഫ് n² എന്ന് എഴുതാം. എനിക്ക് ഇതിനെ തീറ്റ ഓഫ് n² എന്ന് എഴുതാം. എനിക്ക് ഇതിനെ ഒമേഗ ഓഫ് n² എന്ന് എഴുതാം. ഇതെല്ലാം ശരിയാണ്. അപ്പൊ എനിക്ക് തന്നിട്ടുള്ളൊരു ഫംഗ്ഷന്, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ ആ ഫംഗ്ഷനെ ബിഗ് ഒ നൊട്ടേഷനിലോട്ടോ തീറ്റ നൊട്ടേഷനിലോ ഒമേഗ നൊട്ടേഷനിലോ മാറ്റാൻ വേണ്ടി ചെയ്യേണ്ട കാര്യത്രേ ഉള്ളൂ. അതിൽ ഹയർ ഓർഡർ ടേമിനോടെ വെക്കുക, ലോ ഓർഡർ ടേംസ് എല്ലാം കട്ട് ചെയ്യുക, ലീഡിങ് കോൺസ്റ്റന്റ് കട്ട് ചെയ്യുക. കിട്ടുന്ന സാധനം എന്തായിരിക്കും? ബിഗ് ഒ നൊട്ടേഷൻ, തീറ്റ നൊട്ടേഷൻ, ഒമേഗ നൊട്ടേഷൻ ആയിരിക്കും. ഇത് ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണ്? ക്ലിയർ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ 2n + 3, ഇതിന്റെ ബിഗ് നൊട്ടേഷൻ എന്തായിരിക്കും? ഇതിന്റെ ഹയർ ഓർഡർ ടേം എന്താ നോക്കാം. എന്താണ് ഇതിന്റെ ഹയർ ഓർഡർ ടേം? n ആണില്ലേ ഹയർ ഓർഡർ ടേം. ഓക്കെ ആണോ? അപ്പൊ ഇതിന്റെ ലോ ഓർഡർ ടേംസ് ഒക്കെ കട്ട് ചെയ്ത് കളയാം. ലീഡിങ് കോൺസ്റ്റന്റ് എന്ത് ചെയ്യാ? കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ഓർഡർ ഓഫ് n അല്ലെങ്കിൽ ഒമേഗ ഓഫ് n അല്ലെങ്കിൽ തീറ്റ ഓഫ് n. എന്ത് വേണമെങ്കിലും എഴുതാം. ഒക്കെ എല്ലാം ശരിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനീഷ്യലി നിങ്ങളെല്ലാം എന്താണ് സെയിം ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ കുറച്ചും കൂടെ എക്സാമ്പിൾസ് കൊണ്ട് ചോദിക്കാം. ഫോർ എക്സാമ്പിൾ ഐ ഹാവ് n × n + 1 / 2. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടായിരിക്കും. എന്തായിരിക്കും ഇതിന്റെ ബിഗ് ഒ നൊട്ടേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം n × n എന്താണ്? n² ആണ്. n² + n / 2 ദാറ്റ്സ് ഈക്വൽ ടു n² / 2 + n/2. ഇങ്ങനെ എഴുതാം അല്ലേ? അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് 1/2 × n² + n ഇങ്ങനെ എഴുതാം. നമുക്കൊരു ഇക്വേഷൻ കിട്ടി. റൈറ്റ്? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ ബിഗ് ഒ നൊട്ടേഷൻ ആക്കാൻ വേണ്ടി വളരെ സിമ്പിൾ ആണ്. എന്താണ്? ഇതാണ് ഇതിലെ ഹയർ ഓർഡർ ടേം. ലോ ഓർഡർ ടേം കട്ട് ചെയ്ത് കളയാ, ലീഡിങ് കോൺസ്റ്റന്റ് കട്ട് ചെയ്യാ. നമുക്ക് എന്താ കിട്ടുന്നത്? ബിഗ് ഓഫ് n² അല്ലെങ്കിൽ തീറ്റ ഓഫ് n², അതല്ലെങ്കിൽ ഒമേഗ ഓഫ് n². അപ്പൊ ഗോയിങ് ഫോർവേഡ്, റൈറ്റ്, വെനെവർ ഐ സി n × n + 1/2 ഞാൻ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെ എഴുതൂല. എനിക്ക് ഇത്രയും ആലോചിച്ചാൽ മതി. n × n എന്താണ്? n² ആണ്.
ബാക്കിയുള്ള ടേം ഒക്കെ അതിനേക്കാൾ ചെറുതാണ് വരാൻ പോകുന്നത്. അപ്പൊ എനിക്ക് എന്താണ് അതൊക്കെ കട്ട് ചെയ്ത് കളയാം അല്ലേ? ഇപ്പൊ ഒരു ഇക്വേഷൻ ഫോർ എക്സാമ്പിൾ n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡ് ബൈ 6 ഇതാണ് വിചാരിക്കും. ഇതിന്റെ ബിഗ് നൊട്ടേഷൻ ആണ് എനിക്ക് വേണ്ടതെന്ന് വിചാരിക്കും. ഞാൻ നിങ്ങളെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എഴുതൂല, ഡീറ്റെയിൽഡ് എഴുതേണ്ട ആവശ്യമില്ല. എന്താണ് n ഇൻറ്റു n എന്താണ് n സ്ക്വയർ ആണ്. n സ്ക്വയർ ഇൻറ്റു ഇവിടെ ഒരു n ഉണ്ട്, അപ്പൊ എന്താവും n ക്യൂബ് ആവും. അപ്പൊ ഇതിൽ എന്തായാലും n ക്യൂബ് ഉള്ള ഒരു ടേം വരും. ഇവിടെ ലീഡിങ് കോൺസ്റ്റന്റ് എന്തോ ഉണ്ടാവും, കുഴപ്പമില്ല. പക്ഷെ n ക്യൂബും പിന്നെ കുറെ ലോഡ് ടേംസ് ആണ് ഉണ്ടാവുക. അപ്പൊ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്ന ആവശ്യമില്ലല്ലോ. കാരണം എന്താണ് ഇതിന്റെ ആൻസർ എന്താണ് ബിഗ് ഓഫ് n ക്യൂബ് അല്ലെങ്കിൽ തീറ്റ ഓഫ് n ക്യൂബ് അല്ലെങ്കിൽ ഒമേഗ ഓഫ് n ക്യൂബ്. ക്ലിയർ ആണോ? എല്ലാവർക്കും ഐഡിയ ക്ലിയർ ആണ്? ക്ലിയർ ആണ്. ഓക്കെ, നൗ ലെറ്റ് മീ കം ബാക്ക് ടു അവർ ഒറിജിനൽ പ്രോബ്ലം. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാം ആയതുകൊണ്ട് നമുക്ക് ഓരോ ലൈനും എത്ര തവണ എക്സിക്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് അവസാനം നമ്മൾ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. എന്താണത്? ഇതാണ് ഇക്വേഷൻ, റൈറ്റ്? എന്താണ് 2n+3 ഇതാണ് ഇക്വേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുക എപ്പോഴും എന്താണ് ഇതിന്റെ ബിഗ് ഓ നൊട്ടേഷൻ, തീറ്റ നൊട്ടേഷൻ അല്ലെങ്കിൽ ഒമേഗ നൊട്ടേഷൻ ആണ് നമ്മൾ ചോദിക്കുക അല്ലേ? അപ്പൊ അതെന്താണ്? ഓർഡർ ഓഫ് n ആണ്. ഓർഡർ ഓഫ് n ആണ്. ഇതേ ഇക്വേഷൻ എനിക്ക് 2n+2 എന്നാണ് കിട്ടിയെന്നിരിക്കും. 2n+2 എന്നാണ് കിട്ടിയെന്നിരിക്കും. അപ്പോഴും ഇതിന്റെ ആൻസർ എന്താണ്? ഓർഡർ ഓഫ് n അല്ലേ? ഓർഡർ ഓഫ് n അല്ലേ? ആണ്, റൈറ്റ്? ക്ലിയർ ആണ്. എന്ന് പറഞ്ഞാൽ അനാലിസിസ് ഓഫ് അൽഗോരിതത്തിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം വെച്ചാൽ നമുക്ക് ആക്ച്വലി എക്സാക്ട് നമ്പർ ഒരു ഇൻസ്ട്രക്ഷൻ എക്സാക്ട്ലി എത്ര നമ്പർ എക്സിക്യൂട്ട് ചെയ്യുന്നത് നമുക്ക് ശരിക്കും അറിയേണ്ട ആവശ്യമില്ല. കുറച്ചൊക്കെ ഒരു ഗസ്സിൽ, കുറച്ചൊക്കെ ഒരു അസംഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോകാൻ പറ്റും. അത് മാത്രമല്ല, നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇൻറ്റ് i = 1, ഈ ഒരു 1 നമ്മൾ എന്തായാലും കട്ട് ചെയ്ത് കളയാണ്. ഈ ലാസ്റ്റ് 3-ലെ ഒരു കോൺട്രിബ്യൂട്ടർ ആണ് ഈ 1. അപ്പൊ ഈ 1 ശരിക്കും നമ്മൾ നോക്കിയിട്ടില്ലായിരുന്നെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. മനസ്സിലാവണോ ഞാൻ പറഞ്ഞത് എന്താന്ന്? ഈ ഫോർ ലൂപ്പ് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യുന്ന ചോദിച്ചപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു n ആണ്, ചില ആൾക്കാർ പറഞ്ഞു n+1 ആണെന്ന്. ആക്ച്വലി ഇത് n+1 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യെങ്കിൽ പോലും ഞാൻ ബൈ മിസ്റ്റേക്ക് n എന്ന് എഴുതി കഴിഞ്ഞാലും ഇതിന്റെ ആൻസർ മാറാൻ പോകുന്നില്ല, റൈറ്റ്? ഇനി ഈ റിട്ടേൺ ട്രൂ, റിട്ടേൺ ഫാൾസ് ഒക്കെ നമ്മൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയി. 0 ടൈംസ് ആണോ 1 ടൈം ആണോ? അത് ഞാൻ ആക്ച്വലി പരിഗണിച്ചിട്ട് പോലും ഇല്ലായിരിക്കും. പരിഗണിച്ചിട്ട് പോലും ഇല്ലെങ്കിലും എന്റെ ആൻസർ എന്താവില്ല, മാറൂല. ഈ 1 ടൈം കൂടെ നോട്ടെ, സൈഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാവാതെയാവും, റൈറ്റ്? ഈ റിട്ടേൺ ട്രൂ, റിട്ടേൺ ഫാൾസ് ആക്ച്വലി ഞാൻ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിനുള്ളിൽ ഉണ്ടായിരുന്ന ഈ വാല്യൂ ഓഫ് ഐ റിട്ടേൺ ട്രൂ ഇല്ലേ, അത് n ടൈംസ് ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ n+n നമുക്ക് 2n കിട്ടി. നമ്മൾ 2 കട്ട് ചെയ്ത് കളയാ ചെയ്തത് അല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ തവണ എക്സിക്യൂട്ട് ചെയ്യുന്ന ലൈൻ ഏതാന്ന് നിങ്ങൾക്ക് അറിയെങ്കിൽ, ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേൾക്കാം, ഈ പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ലൈൻ ഏതാന്ന് നിങ്ങൾക്ക് അറിയെങ്കിൽ ആ ലൈൻ എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യുന്നത് മാത്രമേ നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളൂ. ഈ പ്രോഗ്രാം നോക്കുകയാണെങ്കിൽ ഒന്നുകിൽ എനിക്ക് ഈ ലൈനാണ് ഏറ്റവും കൂടുതൽ തവണ എക്സിക്യൂട്ട് ചെയ്യുന്നത് വിചാരിക്കാം, അല്ലെങ്കിൽ ഈ ഇഫ് വാല്യൂ ഓഫ് ഐ ഈ ലൈനാണ് ഏറ്റവും കൂടുതൽ തവണ എക്സിക്യൂട്ട് ചെയ്യുന്നത് വിചാരിക്കാം. അത് നമ്മുടെ ഡിഫറൻസ് n+1 ആണ്. പക്ഷെ ഏതോ ഒന്ന് മതി എനിക്ക്. ഒരു ലൈൻ, ഒരു പ്രോഗ്രാമിലെ ഏറ്റവും തവണ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ലൈൻ അറിയെങ്കിൽ എനിക്ക് ആക്ച്വലി എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലായോ കറക്റ്റ് ആയിട്ട്? ക്ലിയർ ആണ്. ഇനി ആ ലൈൻ രണ്ട് ലൂപ്പ് ഉണ്ടെങ്കിൽ n² വരും അല്ലേ? we will see that okay, we will see all those examples, okay? But what I am saying is basically you have to find that line, okay, that particular instruction actually that is going to get executed most of the time. And also you don't need to exactly find, okay? നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമില്ല, അതിന് എക്സാക്ട്ലി എത്ര തവണ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, അപ്രോക്സിമേറ്റ്ലി മതി. അപ്പൊ വളരെ എളുപ്പമാണ് നമ്മൾ ടാസ്ക്. പക്ഷെ കുറച്ച് എന്ത് വേണം, നമ്മൾ ബുദ്ധി ഉപയോഗിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ ആണ്? അപ്പൊ നിങ്ങൾക്ക് ഈ ഐഡിയ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് കൂടുതൽ പ്രോഗ്രാംസിലോട്ട് പോകാം. ഓക്കെ ആണോ? യെസ്.
ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഓക്കെ, ഇതിൽ ഏത് ലൈനാണ് ഏറ്റവും കൂടുതൽ തവണ എക്സിക്യൂട്ട് ആവുക? ഏത് ലൈനാണ് ഏറ്റവും കൂടുതൽ തവണ എക്സിക്യൂട്ട് ആവുക? ഫോർ ലൂപ്പ് ആണ്, റൈറ്റ്? ഫോർ ലൂപ്പ്. ദിസ് ഫോർ ലൂപ്പ് ഈസ് ഗോയിങ് ടു ഗെറ്റ് എക്സിക്യൂട്ടഡ് മോസ്റ്റ് ഓഫ് ദ ടൈം. എത്ര തവണയാണ് എക്സിക്യൂട്ട് ആവുക? നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ n എന്നുള്ളൊരു പാരാമീറ്റർ ഉണ്ട്. പക്ഷേ this is going to get executed 5 times or 6 times. I told it doesn't matter whether it is 5 or 6. Let me take 5 times. So actually the 5 times ആണ് execute ആവുന്നത്. So the value, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാംസിന്റെ റണ്ണിങ് ടൈം നമ്മൾ മെൻഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഇൻപുട്ട് പാരാമീറ്ററിന്റെ ഒരു ടേമിലാണ് നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും മെൻഷൻ ചെയ്യുക. പക്ഷെ ഇവിടെ എന്താണ്, ഈ പ്രോഗ്രാമിന്റെ റണ്ണിങ് ടൈം അതിന് ഇൻപുട്ടിന് എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. വാട്ട് എവർ മേ ബി ദ വാല്യൂ ഓഫ് n, ഓൾവേസ് ദിസ് ഈസ് ഗോയിങ് ടു ടേക്ക് 5 യൂണിറ്റ്സ് ഓഫ് ടൈം, റൈറ്റ്? ദിസ് പർട്ടിക്കുലർ ലൈൻ ഈസ് ഗോയിങ് ടു ടേക്ക് 5 യൂണിറ്റ്സ് ഓഫ് ടൈം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്നത് വെച്ചാൽ ഈ പ്രോഗ്രാം റണ്ണിങ് ടൈം ഒരു കോൺസ്റ്റന്റ് ആണ്. നമ്മൾ റെപ്രസെന്റ് ചെയ്യുക ഓർഡർ ഓഫ് 1 എന്നാണ്. കോൺസ്റ്റന്റ് എന്താണ്? It doesn't mean that it is taking 1 unit of time. Okay, it means the time complexity or time of this program is not depending on the input. It is not depending on the input. Input in the size in the it is not depending. Okay, so we can say it is constant time. It is big of n or theta of n or omega of n. Sorry, omega of 1. Theta of 1 or omega of 1. എല്ലാവർക്കും ക്ലിയർ ആണോ അത്? ഓക്കെ, നമുക്ക് രണ്ട് പ്രോഗ്രാം ഉണ്ട്. 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ ദിസ് ഫസ്റ്റ് പ്രോഗ്രാം. എന്താ നിങ്ങൾ ആലോചിക്കേണ്ടത്? ഏത് ലൈനാണ് ഏറ്റവും കൂടുതൽ തവണ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. സെക്കൻഡ് ടാസ്ക് ആണ് എന്ത്, ആ ലൈൻ എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളത്, അല്ലേ? ഫസ്റ്റ് ടാസ്ക് എന്താണ്, ഏത് ലൈനാണ്? ഓക്കെ, ദിസ് ഈസ് ദ ലൈൻ. It is going to get executed most of the time. അപ്പൊ ഈ ലൈൻ, ഈ പർട്ടിക്കുലർ ലൈൻ എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കറക്റ്റ് ആണോ? ചില ആൾക്കാർക്ക് അറിയാം അതിന് എത്ര ടൈമാണ്, ഇതിന്റെ ടൈം കോൺസ്റ്റന്റ് എത്രയാണ് വരുന്നതൊക്കെ അറിയാം. എനിവേ ലെറ്റ്സ് സീ. എനിക്ക് മനസ്സിലായി i less than n ആണ്. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ടത് എപ്പോഴും i less than n ആണെങ്കിൽ ഡയറക്ട്ലി പോയിട്ട് n ടൈംസ് നമുക്ക് പറയാനൊന്നും പറ്റില്ല. എങ്ങനെയാണ് ഈ ഐന്റെ വാല്യൂ മോഡിഫൈ ചെയ്യുന്നത് എന്നുള്ളതനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഈ വൈൽ ലൂപ്പ് വർക്ക് ചെയ്യുക, അല്ലേ? അപ്പൊ ഇനീഷ്യലി ഐന്റെ വാല്യൂ എത്രയാണ്? ടൈമിൽ ഐന്റെ വാല്യൂ എന്താവും? 4 ആവും, റൈറ്റ്? അതിനടുത്ത വാല്യൂ എന്താവും? അതിന്റെ വാല്യൂ 8 ആവും. അങ്ങനെ പോയി 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 ഐന്റെ വാല്യൂ എന്താവും? n ആവും. എന്നോ അതിൽ കൂടുതലാവും. ആ സമയത്താണ് ഈ വൈൽ ലൂപ്പ് ബ്രേക്ക് ചെയ്യുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്ര തവണ വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞത് എന്താണെന്ന്. എത്ര തവണ ഈ വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സീക്വൻസിൽ, ഞാൻ കണ്ട ഈ സീക്വൻസിൽ എത്ര ടേംസ് ഉണ്ടോ അത്രയും തവണയല്ലേ ഈ വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യാം. ഇസ് ദാറ്റ് റൈറ്റ്? ഈ സീക്വൻസിൽ എത്ര ടേം ഉണ്ടോ, ഈ സീക്വൻസിൽ k ടേം ഉണ്ട് വിചാരിക്കും, അതായത് k നമ്പേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കും. അതിനർത്ഥം ഈ വൈൽ ലൂപ്പ് k ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പൊ ആക്ച്വലി ഈ വൈൽ ലൂപ്പ് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ള ക്വസ്റ്റ്യൻ ഇപ്പൊ എന്തായി മാറി എന്നെ സംബന്ധിച്ചോളം, ഈ സീക്വൻസിൽ എത്ര ടേംസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കലായി മാറി. അപ്പൊ പലപ്പോഴും നമ്മൾ അനാലിസിസ് ഓഫ് അൽഗോരിതം ചെയ്യുമ്പോൾ ഒരു സംഭവം എന്താ വെച്ചാൽ, നമുക്ക് ഇതേപോലെ സീക്വൻസ് വരും. അപ്പൊ ആ സീക്വൻസിൽ എത്ര ടേം ഉണ്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ കിട്ടുള്ളൂ. സംഭവം വളരെ സിമ്പിൾ ആണ്, പക്ഷെ ചില ടേംസ് നമുക്ക് ചില ബുദ്ധിമുട്ടുണ്ടാവാം. അപ്പൊ അതുകൊണ്ട് ഇത് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ കുറച്ച് സീക്വൻസ് കണ്ടിട്ട് ആ സീക്വൻസിൽ എത്ര ടേം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ നമ്മൾ നോക്കാം. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സീക്വൻസസ്, നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അപ്പൊ ആ സീക്വൻസസ് ഒക്കെ നോക്കാം, എന്നിട്ട് ഇതിലേക്ക് തിരിച്ചു വരാം. ഓക്കെ ആണ്? അപ്പൊ നമ്മുടെ പ്രോബ്ലം എന്താ നമുക്ക് മനസ്സിലായി. എന്താണ്, ഇങ്ങനെ ഒരു സീക്വൻസ് വന്നാൽ ആ സീക്വൻസിൽ എത്ര ടേംസ് ഉണ്ടാവും, റൈറ്റ്? സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ സീക്വൻസ് 1, 2, 4, 8, 16, 32 up to n. Let k be the
number of terms in this series. K ആണ് number of terms. Express the value of k in terms of big O notation. എന്ന് പറഞ്ഞാൽ എനിക്ക് അപ്രോക്സിമേറ്റ്ലി എന്ത് ചെയ്യുക, കെന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. എക്സാക്ട്ലി ഞാൻ ഇൻട്രസ്റ്റഡ് അല്ല, എനിക്ക് മതി അപ്രോക്സിമേറ്റ്ലി മതി. അതുകൊണ്ടാണ് ഞാൻ എന്ത് പറയുന്നത്, എക്സ്പ്രസ് ദ വാല്യൂ ഓഫ് കെ ഇൻ ബിഗ് O notation എന്ന് പറഞ്ഞാൽ ഇതിൽ ഫോർ എക്സാമ്പിൾ എക്സാക്ട്ലി ലോഗ് എൻ പ്ലസ് 1 ഉണ്ടാവാം, അല്ലെങ്കിൽ മേ ബി സീൽ ഓഫ് ലോഗ് എൻ പ്ലസ് 1 ആയിരിക്കാം. I don't care about this plus 1 and seal because I need just approximate. That's why I'm just saying express the value of k in terms of big O notation. Well, എത്ര ടേംസ് ഉണ്ടാവും ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അപ്രോക്സിമേറ്റ്ലി മതി. Okay, the way you're right. Okay, so anyway, sequence ഒന്നും കൂടെ എഴുതാം. ഫസ്റ്റ് നമ്പർ എന്താണ് 1 ആണ്, ദാറ്റ്സ് ഈക്വൽ ടു 2 raised to 0. സെക്കൻഡ് നമ്പർ 2 ആണ്, ദാറ്റ് ഇസ് 2 raised to 1. Then 2 raised to 2, then 2 raised to 3, 2 raised to 4, 2 raised to 5, etc. ഇതിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്, നമുക്ക് k ടേംസ് ആണ് ഉള്ളതെങ്കിൽ, റൈറ്റ്? സോ 2 raised to k. ഇതാണ് നമ്മുടെ സീക്വൻസ്. റിമെമ്പർ 2 raised to k എന്ന് പറഞ്ഞാൽ എന്താണ്, ലാസ്റ്റത്തെ വാല്യൂ ആണ്. അതെന്താണത്, n ആണ്. നമുക്ക് എന്തറിയാം, 2 raised to k is equal to n ആണ് നമുക്കറിയാം. നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താണ്, k ആണ്. കണ്ടുപിടിക്കുന്നത് k ആണ്. 2 raised to k എന്താണ്, n ആണെന്ന് എനിക്കറിയാം. ഞാൻ എന്ത് ചെയ്യുന്നു, രണ്ട് ഭാഗത്ത് ലോഗ് ടു ദ ബേസ് 2 എടുക്കുകയാണെങ്കിൽ ലോഗ് 2 raised to k to the base 2 is equal to log n to the base 2 എന്നാണ് കിട്ടുക. രണ്ട് ഭാഗത്ത് ഞാൻ ലോഗ് എടുത്തെടുത്തു, റൈറ്റ്? Then the log 2 raised to k എന്താണ്, k into log 2 to the base 2 is equal to log n to the base 2 ആണ്. log 2 to the base 2 ആണ് 1 ആണ്. So k is equal to log n to the base 2. So എനിക്ക് കിട്ടി k എന്താണ്, log n to the base 2 ആണ്. ചെറിയൊരു മിസ്റ്റേക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്, മനഃപൂർവ്വം ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ ആരും ഇതുവരെ നോട്ട് ചെയ്തിട്ടില്ല. എന്താണ് മിസ്റ്റേക്ക് ആർക്കും പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ എന്താണ് മിസ്റ്റേക്ക് എന്ന്? നമ്മൾ പറഞ്ഞിട്ടുള്ള എന്താണ്, k ടേംസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. k ടേംസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് ടേം 2 raised to 0, അടുത്തത് 2 raised to 1, അടുത്തത് 2 raised to 2, 3 ഇങ്ങനെ വരികയാണെങ്കിൽ എത്ര ടേം k ടേംസ് ആണ് ലാസ്റ്റ്, ഇവിടുത്തെ ലാസ്റ്റ് വാല്യൂ വരേണ്ടത് 2 raised to k minus 1 is equal to n എന്നാണ് വരേണ്ടത്, റൈറ്റ്? 2 raised to k minus 1 equal to n എന്നാണ് വരേണ്ടത്. ഇനി ഇതേ ഐഡിയ ഞാൻ ഇവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ log 2 ബോത്ത് സൈഡ്സ് എടുത്തു കഴിഞ്ഞാൽ log 2 raised to k minus 1 to the base 2 is equal to log n to the base 2. That's equal to k minus 1 into log 2 to the base 2 is equal to log n to the base 2. So log 2 to the base 2 ആണ് 1 ആണ്. So k minus 1 is equal to log n to the base 2. K is equal to log n to the base 2 plus 1. അപ്പോൾ k ന്റെ ബിഗ് നോട്ടേഷൻ എന്താ, ഇങ്ങനെ ചെയ്താൽ log n to the base 2 ആണ്. ഇങ്ങനെ ചെയ്താൽ എന്താ വരിക, k ന്റെ ബിഗ് നോട്ടേഷൻ log n to the base 2 ആണ്. രണ്ടും സെയിം ആണ് വരുന്നത്. ഇവിടെ എന്താണ്, ഒരു പ്ലസ് 1 ഞാൻ അഡീഷണലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെ ആകുമ്പോൾ ചെയ്യണം. അപ്പൊ ഞാൻ ഇനീഷ്യലി ഇറ്റ് സെൽഫ് എന്ത് ചെയ്തു, k minus 1 എന്നുള്ളത് k തന്നെ എടുത്തു. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ചെറിയ മിസ്റ്റേക്സുകൾ ഓക്കെയാണ് ഇവിടെ. ഓക്കെ ആണോ? കാരണം log n to the base 2 plus 1 ടേം ഉണ്ട് പറയുന്നതും log n to the base 2 ടേം ഉണ്ട് പറഞ്ഞാലും ഓക്കെയാണ്. ബിക്കോസ് ഇൻ ബിഗ് O notation രണ്ടും എന്താണ്, സെയിം ആണ്. അപ്പൊ ഇങ്ങനെ ഒരു സീക്വൻസ് തന്നിട്ട് ഇനി നിങ്ങളോട് എപ്പം ചോദിച്ചു കഴിഞ്ഞാലും ഇതിൽ എത്ര ടേം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം, log n ടേം ഉണ്ടെന്ന് പറയണം. ക്ലിയർ ആണോ? എല്ലാവരും ക്ലിയർ ആണോ? ഇനി ഇതിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ നമ്മൾ നോക്കും, വെയിറ്റ് ചെയ്യാം. ഒരു കാര്യം ഞാൻ പറയാം, ദിസ് ഈസ് ആക്ച്വലി ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്, റൈറ്റ്? ഇറ്റ്സ് ആക്ച്വലി an increasing geometric progression. It's a geometric progression, right? അതിലെ ഫസ്റ്റ് വാല്യൂ 1 ലാസ്റ്റ് വാല്യൂ എന്താണ്, n ആണ്. ഒരു ഇൻക്രീസിങ് ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ജോമെട്രിക് പ്രോഗ്രഷനിലുള്ള നമ്പർ ഓഫ് ടേംസ് ഓൾവേസ് ഇറ്റ് വിൽ ബി log n. ഓൾവേസ് ഇറ്റ് വിൽ ബി log n.
ഫസ്റ്റ് വാല്യൂ 1, ലാസ്റ്റ് വാല്യൂ n, ഇറ്റ് ഇസ് എ ജോമെട്രിക് പ്രോഗ്രഷൻ ആണെങ്കിൽ അത് എത്ര നമ്പർ ഓഫ് ടേംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബിഗ് O നൊട്ടേഷൻ എപ്പോഴും എന്തായിരിക്കും? ഓർഡർ ഓഫ് ലോഗ് n ആയിരിക്കും. എല്ലാവർക്കും ക്ലിയർ ആണോ? ഒരിക്കലും മറക്കാൻ പാടില്ല. എത്ര ടേംസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർഡർ ഓഫ് ലോഗ് n ആയിരിക്കും ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ ആണെങ്കിൽ, സ്റ്റാർട്ടിങ് ഫ്രം 1 to n. ക്ലിയർ ആണ്? ഓക്കെ. Consider the sequence 3 raised to 0, 3 raised to 1, 3 square, 3 cube, 3 raised to 4, n. Let k be the number of terms in this series. Express the value of k in terms of big O notation. ആർക്കെങ്കിലും ആൻസർ പറയാൻ പറ്റുമോ? ഓക്കെ. ചിലർ ലോഗ് എന്ന് പറയുന്നുണ്ട്, ചിലർ ലോഗ് n to the base 3 എന്ന് പറയുന്നുണ്ട്. ഇനി ലോഗ് n പറയുന്നവർ ബേസ് 3 എഴുതാൻ വിട്ടുപോകണോ അറിയില്ല. ചിലരൊക്കെ ലോഗ് n, ചിലർ ലോഗ് n to the base 3 എന്നാണ് പറയുന്നത്. ഓക്കെ. എനിവേ, ലെറ്റ്സ് സീ ദിസ്. നമുക്ക് 3 raised to 0, 3 raised to 1, 3 സ്ക്വയർ, ലാസ്റ്റ് വാല്യൂ n ആണ്. ഞാൻ നേരത്തെ സ്ലൈഡ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതൊരു ജോമെട്രിക് പ്രോഗ്രഷൻ ആണ് അല്ലേ? ഇതൊരു ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. അതിലെ ഫസ്റ്റ് ടേം എന്താണ്? 1 ആണ്. ലാസ്റ്റ് ടേം എന്താണ്? n ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിലെ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ k ഈസ് ഈക്വൽ ടു ബിഗ് ഓഫ് ലോഗ് n ആണ്. അല്ലെങ്കിൽ ലോഗ് n to the base 2 പറഞ്ഞാലും ശരിയാണ്. അല്ലെങ്കിൽ ജസ്റ്റ് സിംപ്ലി ലോഗ് n എന്നും പറയാം. ലോഗ് n ആണ്. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആണോ? ലെറ്റ്സ് ട്രൈ ടു പ്രൂവ് ദിസ്. ഓക്കെ. അപ്പൊ ഈ ലാസ്റ്റ് ടേം, ഇതിൽ k ടേംസ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം എന്തായിരിക്കണം? 3 raised to k minus 1, right? k minus 1, that's equal to n ആണ് തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, 3 raised to k minus 1 ആണെങ്കിൽ എനിക്ക് 3 raised to k നിർത്താലും മതി അല്ലേ? അപ്പൊ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് 3 raised to k is equal to n എന്ന് എഴുതി. ഓക്കെ. എനിക്ക് k ന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? രണ്ട് ഭാഗത്ത് ലോഗ് to the base 3 ആണ് എടുക്കാൻ പോകുന്നത്. ബിക്കോസ് 3 raised to k ആയതുകൊണ്ട്. അപ്പൊ 3 raised to k to the base 3 is equal to log n to the base 3. That's equal to k into log 3 to the base 3 is equal to log n to the base 3. So k is equal to log n to the base 3. ഇവിടെ കിട്ടിയ എന്താണ്? k എന്താണ്? log n to the base 3 ആണ് കിട്ടിയത്. ഇനി ഇതിന്റെ ബിഗ് O നൊട്ടേഷൻ എന്താണ്? ഇതിന്റെ ബിഗ് O നൊട്ടേഷൻ എന്താണ്? ബിഗ് O നൊട്ടേഷൻ സാധാരണ നിങ്ങൾ അസിംപ്റ്റോട്ടിക് ടൈം കോംപ്ലക്സിറ്റി എഴുതുമ്പോൾ ബിഗ് O നൊട്ടേഷൻ, തീറ്റ നൊട്ടേഷൻ, ഒമേഗ നൊട്ടേഷൻ എന്ത് എഴുതുമ്പോഴും നിങ്ങൾ എപ്പോഴെങ്കിലും ലോഗ് n to the base 3 എന്ന് എഴുതി കണ്ടിട്ടുണ്ടോ? ഇല്ല. നമ്മൾ എന്താ എഴുതാറ്? സാധാരണ ലോഗ് n മാത്രമേ എഴുതാറുള്ളൂ. ലോഗ് n ഇങ്ങനെ എഴുതാറുള്ളൂ. അതിന്റെ ബേസ് എന്താണ്? ഇങ്ങനെ എഴുതാറുള്ളൂ. ബേസ് നമ്മൾ പറയാറില്ല. എന്തുകൊണ്ട് നമ്മൾ ബേസ് പറയാത്തത്? സാധാരണ ബൈ അസംഷൻ നമ്മൾ ഓൾവേസ് എടുക്കുന്ന ഒരു അസംഷൻ എന്താ വെച്ചാൽ ബേസ് എപ്പോഴും 2 ആണ് എന്നുള്ളതാണ് നമ്മുടെ അസംഷൻ. ബേസ് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് ബേസ്ഡ് ആണെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റാത്ത വേറെ കാര്യം. പക്ഷെ സാധാരണ നമ്മൾ എടുക്കുക ആക്ച്വലി എന്താ വെച്ചാൽ ലോഗ് ബേസ് 2 ആണെന്നുള്ള അസംഷനാണ് നമ്മൾ എഴുതുക, ലോഗ് n. അപ്പൊ ഇവിടെ നമുക്കറിയാം ലോഗ് n to the base 3 ആണ് വന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ ബിഗ് ഓഫ് ലോഗ് n അല്ലെങ്കിൽ ലോഗ് n to the base 2 ആണിത്. അപ്പൊ എങ്ങനെയാണിത് ശരിയാവുന്നത്? ഈ ബേസ് പറയാതെ തന്നെ ലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിയാവുന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ലോഗരിതത്തിൽ ഒരു ബേസ് ചേഞ്ചിങ് റൂൾ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ലോഗ് n to the base x ഉള്ള ഒരു ഇക്വേഷനെ നമുക്ക് ലോഗ് ബേസ് a ഡിവൈഡ് ബൈ ലോഗ് x to the base a എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ ഈ എക്സിൽ ഉള്ളൊരു എക്സ് ബേസിലുള്ളതിനെ എ ബേസിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ലോഗ് n to the base x ആണെങ്കിൽ അതിനെ ലോഗ് n to the base a ഡിവൈഡ് ബൈ ലോഗ് x to the base a എന്ന് എഴുതാൻ പറ്റും. ഇതൊരു ലോഗരിതമിക്കിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഫസ്റ്റ് സ്ലൈഡിൽ ഉണ്ടാവും.
അപ്പൊ ഇതേ ഐഡിയ ഞാൻ ഉപയോഗിക്കുകയാണെങ്കിൽ ലോഗ് n ടു ദ ബേസ് 3നെ ഞാൻ ബേസ് 2 മാറ്റി കഴിഞ്ഞാൽ എന്താ വരിക? ലോഗ് n ടു ദ ബേസ് 2 ഡിവൈഡ് ബൈ ലോഗ് 3 ടു ദ ബേസ് 2. ശരിയാണോ? ശരിയാണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ലോഗ് n ടു ദ ബേസ് 3നെ എനിക്ക് എന്ത് എഴുതാം? 1 ബൈ ലോഗ് 3 ടു ദ ബേസ് 2 ഇൻറ്റു ലോഗ് n ടു ദ ബേസ് 2. അങ്ങനെ കൂടെ എന്താണ് ലോഗ് 3 ടു ദ ബേസ് 2? എന്താണ് ലോഗ് 3 ടു ദ ബേസ് 2? ഒരു കോൺസ്റ്റന്റ് ആണ്. ഈ ലോഗ് എന്നെ ഡിപ്പെൻഡ് ചെയ്യണ്ടോ? ഇല്ല. ലോഗ് 3 ടു ദ ബേസ് 2 ഓൾവേസ് എ കോൺസ്റ്റന്റ്. So it is nothing but a constant into log n to the base 2 ആണ്. Right? A constant into log n to the base 2 ആണ്. അപ്പോൾ അതിന്റെ ബിഗ് നോട്ടേഷൻ എന്തായിരിക്കും? ബിഗ് ഓഫ് log n to the base 2 ആയിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ എപ്പോഴും നമ്മൾ ബിഗ് നോട്ടേഷൻ പറയുമ്പോൾ സാധാരണ ബേസ് പറയാറില്ല. കാരണം ഏത് ബേസിലോട്ടാണെങ്കിൽ നമുക്ക് ഇതിനെ മാറ്റാൻ പറ്റും. അപ്പോൾ സാധാരണ നമ്മൾ ജസ്റ്റ് log n എന്നാണ് എഴുതാറുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ ഇപ്പോഴും ഹോൾഡ് ചെയ്യുകയാണ്. നമ്മുടെ സീക്വൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന 1ലും എൻഡ് ചെയ്യുന്ന n-ലും ആണെങ്കിൽ if it is a geometric progression, the number of terms will be order of log. Clear ആണോ? Clear. ഇനി വേറൊരു സീക്വൻസ് നോക്കാം. ഫോർ എക്സാമ്പിൾ n by 2, n by 2 square, n by 2 cube, n by 2 raised to 4, and finally let's assume I have 1. Or I can say n by 2 raised to log n. N by 2 raised to log n, n by 2 raised to log n, n by n, that is equal to 1, right? So, okay, let me write it as 1. ഈ ഒരു സീക്വൻസിൽ എത്ര ടേംസ് ഉണ്ടാവും? ഇതൊരു ജോമെട്രിക് പ്രോഗ്രഷൻ ആണോ? Is it a geometric progression? Yes, it is actually a geometric progression, right? It's an increasing geometric progression or decreasing geometric progression? It is a decreasing geometric progression. അപ്പോൾ ഡിക്രീസിങ് ജോമെട്രിക് പ്രോഗ്രഷന് റിവേഴ്സ് നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ എന്താണത്? ഇൻക്രീസിങ് ജോമെട്രിക് പ്രോഗ്രഷൻ ആയിരിക്കണം. അതായത് n by 2, n by 2 square, n by 2 cube എല്ലാ ഇതിലും നമ്മൾ എന്ത് ചെയ്യാണ്? 1 by 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് ആലോചിച്ച് എന്തായിരിക്കും? n by 2 raised to 4 n by 2 cube ആവും. എന്ന് പറഞ്ഞാൽ എന്താ? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം തിരിച്ച് ഇങ്ങോട്ട് വരണമെങ്കിൽ. എന്ന് പറഞ്ഞാൽ ഇതിന് തിരിച്ച് എഴുതുകയാണെങ്കിൽ ഇത് ഷുഡ് ബി 1, 2, 4, 8. Finally, you will have n by 2 raised to 4, n by 2 raised to 3, n by 2 square, n by 2n, right? Clear ആണോ? ഇതിൽ എത്ര ടേംസ് ഉണ്ടാവും? ഇതിൽ എത്ര ടേംസ് ഉണ്ടാവോ അത് തന്നെയാണ് ഇതിൽ നമ്പർ ഓഫ് ടേംസ്. വെദർ ഇറ്റ് ഈസ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്, number of terms will be same, right? Clear ആണോ? Log. Order of log. Clear. Similarly, if I write n by 3, n by 3 square, n by 3 cube, n by 3 raised to 4 up to 1. The actual number of terms നമുക്ക് പറയാം approximately log n to the base 3 plus 1 ആണ് വരുന്നത്, right? That's equal to order of log n. ഇത് ക്ലിയർ ആണോ? അതായത് 1 to n-ലോട്ട് ഇൻറ്റു 3 വെച്ച് പോവാണെങ്കിലും n to 1-ലോട്ട് ബൈ 3 വെച്ച് പോവാണെങ്കിലും നമ്പർ ഓഫ് ടേംസ് സെയിം ആയിരിക്കും. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഞാൻ വേറൊരു സീക്വൻസ് എടുക്കാം. n 2n by 3, 2 by 3 square n, 2 by 3 all cube n,
2/3 all raised to 4n, etc. up to 1. ഇതിൽ എത്ര ടേംസ് ഉണ്ടാവും? Okay, so idea is clear, right? Big of log, because again it is actually a decreasing geometry progression. It is a decreasing geometry progression. First term is n, last term is 1, right? In the reverse in the reverse in the 1, right? 3/2n, 3/2 square n, 3/2 cube n, 3/2 raised to 4n, and finally n. There again reverse. Clear ആണോ? എല്ലാവരും ക്ലിയർ ആണോ? Clear ആണ്. Okay. So in number of terms, order of. So the clear ആണ് എല്ലാവർക്കും. Okay. ഇതാണ് സീക്വൻസ് എങ്കിലോ 1, 2, 4, 8, 16, 32 up to log n. Up to log n. Again, let k be the number of terms in the series. Number of terms എന്താണ്? K ആണ്. Express the value of k in terms of Big-O notation. Express the value of k in terms of Big-O notation. In the Big-O notation ആർക്കെ പറയാൻ പറ്റുമോ? ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 1, 2, 4, 8, 16, 32 up to n വരെ ആണെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി ജോമെട്രിക് പ്രോഗ്രഷൻ സ്റ്റാർട്ടിങ് ഫ്രം 1 ആൻഡ് എൻഡിലെ വാല്യൂ n ആണെങ്കിൽ ഇതിന്റെ ആൻസർ വരുന്നത് Big-O ഓഫ് log n എന്നാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ ലാസ്റ്റ് വാല്യൂ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും വരേണ്ടത് ശരിക്കും? Big-O ഓഫ് log, ഈ ലാസ്റ്റ് വാല്യൂ എന്താണ്? log n ആണ്, റൈറ്റ്? സോ log n വരുമ്പോൾ ആക്ച്വലി വരുന്നത് എന്താണ്? log n ആണ് വരുന്നത്. അപ്പോൾ ഒരു മിനിറ്റ്, ഇത് നമുക്ക് വേണമെങ്കിൽ പ്രൂവ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഈ പാറ്റേൺ വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്, നമുക്ക് വേണമെങ്കിൽ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ, റൈറ്റ്? എങ്ങനെ പ്രൂവ് ചെയ്യാം? നമുക്ക് എത്ര ടേംസ് ഉണ്ട് ഇവിടെ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? നമ്മൾ k ടേംസ് എന്നാണ് അസംഷൻ. സോ വി ഹാവ് 1, 1, 2, 4, 8, 16, 32 എക്സെട്ര k ടേംസ് ഉണ്ട്. അപ്പൊ ലാസ്റ്റ് വാല്യൂ 2 raised to k ആണ്. ദാറ്റ്സ് ഈക്വൽ ടു എന്താണ് തന്നിട്ടുണ്ട്? എന്താണ്? log n ആണ്. സോ വി നോ ദാറ്റ് 2 raised to k is equal to log n. log രണ്ട് സൈഡ് എടുത്ത് എന്താ വരിക? log 2 raised to k is equal to log n, റൈറ്റ്? ഈ k ഇപ്പുറത്ത് വരുമ്പോൾ എന്താ വരിക? k into log 2 to the base 2 1 ആണ്. സോ k is equal to log n. So it's a Big-O of log n. ക്ലിയർ ആണോ? എല്ലാവരും ക്ലിയർ ആണോ? Let's see one more sequence. നമ്മൾ നോക്കുന്ന കുറേ സീക്വൻസ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സീക്വൻസ് ആണ്. ഈ സീക്വൻസ് ഒക്കെ നമുക്ക് പലപ്പോഴായിട്ട് വരും. നമ്മളൊരു എക്സാമ്പിൾ കണ്ട ഒരു സീക്വൻസ്, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല രീതിയിലുള്ള സീക്വൻസ് വന്നു കഴിഞ്ഞാൽ അത് എത്ര ടേംസ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി പറയാൻ പറ്റണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിലുള്ള ഈ ജോമെട്രിക് പ്രോഗ്രഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ എക്സാക്ട്ലി ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെ സീക്വൻസ് വന്നു, എന്താണത്? n raised to 1/2, n raised to 1/2 square, n raised to 1/2 cube എക്സെട്ര അപ് ടു 2. എത്ര ടേംസ് ഉണ്ടാവും അറിയാൻ പറയാൻ പറ്റുമോ? ഈ സീക്വൻസ് വേണം ഒന്നുകൂടെ ഞാൻ എഴുതാം. This actually n raised to 1/2 is nothing but root n.
n raised to 1 by 2 square is nothing but root n. N raised to 1 by 2 cube is nothing but root n up to 2. ഇതാണ് എൻ്റെ സീക്വൻസ്. K ആണ് the number of terms in the series. അങ്ങനെയാണെങ്കിൽ express the value of K in terms of big notation. ആരെങ്കിലും ആൻസർ പറയുന്നുണ്ടോ? ആൻസേഴ്സ് പ്ലീസ്. ഞാൻ ഓഡിബിൾ ആണോ പ്രോപ്പർ ആയിട്ട്? ഓക്കെ 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 ഓക്കെ. അപ്പൊ ഞാൻ എഴുതാം. സോ നമ്മൾ സീക്വൻസ് നമ്മൾ എഴുതാം. n raised to 1 by 2, n raised to 1 by 2 square, n raised to 1 by 2 cube, n raised to 1 by 2 raised to 4, etc. ലാസ്റ്റ് ടേം 2 ആണ്. K ടേംസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ n raised to 1 by, നമുക്ക് 2 raised to 1, 2 raised to 2, 2 raised to 3, 2 raised to 4. So last term should be 2 raised to K. Last term should be 2 raised to K. So n by 1 by 2 raised to K. That's the last term. So I know that n raised to 1 by 2 raised to K is equal to 2. N raised to 1 by 2 raised to K is equal to 2. Is that clear? Is that clear or no? Is that clear or no? Clear or no? Okay. But I need to about the log. Log log n raised to 1 by 2 raised to K is equal to log 2. Log 2 is 1. Right? Log n raised to 1 by 2 raised to K is 1 by 2 raised to K into log n. Into log n is equal to 1. But 2 raised to K, right? So that means 2 raised to K is equal to log n. You can understand the value K. 2 raised to K is equal to log n. We don't know log it. Log 2 raised to K is equal to log n. That means K is equal to log n. So number of terms in the series is big of log n. This is very, very, very important. All exam ഒരു ക്വസ്റ്റ്യന് ഈ ഒരു സീക്വൻസ് വെച്ചിട്ട് ഉണ്ടാവാറുണ്ട്. സീക്വൻസ് നിങ്ങൾ ആലോചിക്കുക. റൂട്ട് എൻ അപ് ടു 2 വരെ പോകുന്ന സീക്വൻസിൽ എത്ര ടേംസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിഗ് നോട്ടേഷൻ ഓക്കെ എത്ര ടേംസ് ഉണ്ടെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ log n ആണ്. ഒരിക്കലും മറക്കാൻ പാടില്ല. ക്ലിയർ ആണോ? ക്ലിയർ. Now we'll come back to our problem. Okay. ഇതാണ് നമ്മുടെ പ്രോബ്ലം. റൈറ്റ്. സോ ഇവിടെ നോക്കൂ നിങ്ങൾ. ഇവിടെ while I less than n ഇതായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ മനസ്സിലാക്കി എന്താണ് 1 to n വരെ പോകുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസ് എത്ര ടേംസ് ഉണ്ടോ അത്രയും ടേംസ് ആയിരിക്കും എന്ത് ഈ വൈൽ ലൂപ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. എത്ര ടേം ഉണ്ടാവും? ഈ 1 to 4 8 up to n എത്ര ടേം ഉണ്ടാവും? log n ടേം ഉണ്ടാവും. അപ്പൊ ഈ ലൈന് log n ടൈംസ് ആണ് എക്സിക്യൂട്ട് ചെയ്യുക. ഇതാണ് ഇതിലെ ഏറ്റവും കൂടുതൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ലൈൻ. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ബിഗ് ഓഫ് log n. ഇനി ഈ പ്രോബ്ലം എടുത്തു കഴിഞ്ഞാലോ സെക്കൻഡ് പ്രോഗ്രാം ഈ പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാലോ ഇവിടെ ഐന്റെ വില ഫസ്റ്റ് n ആണ്. ശ്രദ്ധിക്കുക, ഐന്റെ വില ഫസ്റ്റ് n ആണ്. I greater than 0 ആവുന്ന ഇതെന്താണ്? ട്രൂ ആണ്. ഇത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ ഐന്റെ വില എന്താ വേണത്? i/2 ആണ്. നമ്മൾ ഐന്റെ വില നെക്സ്റ്റിൽ n/2 ആയിരിക്കും. അടുത്ത ലെവലിൽ n/4 ആയിരിക്കും. n/8 ആയിരിക്കും. അങ്ങനെ 0 വരെ പോവാണ്. 1 വരെ പോവാം, 0 വരെ പോവാം. ഇറ്റ്സ് ഓക്കെ. ഒരു സ്റ്റെപ്പ് ഫർദർ പോയി വെച്ച് കുഴപ്പമില്ല. ഞാൻ 1 എഴുതിയാലും കുഴപ്പമില്ല. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു സീക്വൻസ് ആണ് കിട്ടിയത്. ഈ സീക്വൻസിൽ എത്ര നമ്പേഴ്സ് ഉണ്ടോ അതായിരിക്കും എന്ത് ഈ വൈൽ ലൂപ്പിന്റെ നമ്പർ ഓഫ് ടൈംസ്. എത്രയാണ് ഉണ്ടാവുക? log. So answer should be log. So ഇതിന്റെ ആൻസർ എന്താണ്? log n ആണ്. ഇനി നിങ്ങൾ ഇതിലൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഐ എന്നുള്ള വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആക്ച്വലി ഈ ഒരു
പ്രോഗ്രാമിന്റെ നമ്പർ ഓഫ് ടൈംസ് വരുന്നത് ഐ എന്നുള്ള വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പൊ ഇതിൽ ഐ എങ്ങനെയാണ് ഇൻക്രിമെന്റ് ചെയ്യുന്നത് നിങ്ങൾ നോക്കുക. ഐ എങ്ങനെ ഇൻക്രിമെന്റ് ചെയ്യുന്നത്? ഐ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു 2. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം ഇതെന്താണ്. ഇറ്റ്സ് എ ജോമെട്രി പ്രോഗ്രഷൻ ആണ്. Right? Every time you are actually multiplying the value with 2. So definitely it should be a geometric progression. And the first value is 1, last value is n. So you don't need to do anything. You know that number of times the while loop is executed should be log n. Clear ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? അതേപോലെ തന്നെ ഈ പ്രോഗ്രാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾക്കറിയാം ഈ വൈൽ ലൂപ്പ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് പ്രോഗ്രാം റൺ ചെയ്യണത്. ഈ വൈൽ ലൂപ്പിൽ ഈ ഐന്റെ വാല്യൂനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഐന്റെ വാല്യൂ ഇനീഷ്യലി n ആണ്. ഇവിടെ ഐ ഈസ് ഈക്വൽ ടു I/2 ആണ്. ഈ ലൂപ്പിനുള്ളിൽ നടക്കുന്നതാണ്. എവറി ടൈം ഐ ഈസ് ഗെറ്റിംഗ് ഡിവൈഡേഴ്സ് ഐ ഈസ് ഈക്വൽ ടു I/2. സോ ഇറ്റ് ഈസ് ആക്ച്വലി എ ഡിക്രീസിംഗ് geometric progression. It is going to be a decreasing geometric progression. It is moving from I is equal to n to 0 or n to 1. So number of terms should be log n. മറക്കോ അത് നിങ്ങള്? മറക്കോ? ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഇതിന്റെ റണ്ണിംഗ് ടൈം കണ്ടുപിടിക്കണം. അപ്പൊ അത് നമ്മൾ നോക്കേണ്ട എന്താണ്? അഗെയിൻ ഏറ്റവും കൂടുതൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ലൈന് ഏതാണ്? അതില് ഏറ്റവും കൂടുതൽ എക്സിക്യൂട്ട് ലൈൻ ഏതാ? ഫോർ ലൂപ്പ് ആണ് അല്ലേ? ഈ ഫോർ ലൂപ്പ്. അപ്പോൾ ഈ ഫോർ ലൂപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? ഈ ഫോർ ലൂപ്പ് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളത് ഐ എന്നുള്ള ഈ വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇതൊരു എന്താ പറയാ എക്സാക്ട് സി പ്രോഗ്രാം പോലെയല്ല തന്നിരിക്കുന്നത്. നമ്മൾ ഇതിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഐ മോഡിഫൈ ചെയ്യണ്ടോ നോക്കണം. ഐ എവിടെയും മോഡിഫൈ ചെയ്യുന്നില്ല. റൈറ്റ്? അപ്പൊ അതിന്റെ മീനിങ് എന്താണ്? ഐ ഓരോ സ്റ്റെപ്പിലും 1 വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? മോഡിഫൈ ചെയ്യുന്നതാണ് അർത്ഥം. ഓക്കെ ആണ്. ഇതൊരു അൽഗോരിതമിക് വേ ഓഫ് റൈറ്റിംഗ് ആണ്. ഫോർ ഐ ഈസ് ഈക്വൽ ടു 0 to n - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എന്താണ് 0 to n - 1 വരെ 1/1 ആയിട്ട് ഓരോ സ്റ്റെപ്പിലും ഓരോതായിട്ട് പോകുന്ന അർത്ഥം. ഓക്കെ ആണോ? ഇതിനുള്ളിൽ എവിടെയും ഐ മോഡിഫൈ ചെയ്യുന്നില്ലെങ്കിൽ. ഓക്കെ. അപ്പൊ എത്ര സ്റ്റെപ്സ് എടുക്കും ഈ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ലൈൻ എക്സിക്യൂട്ട് എത്ര സ്റ്റെപ്സ് എടുക്കും? n steps, right? n steps. So the time complexity should be order of n. Clear ആണല്ലോ എല്ലാവർക്കും? ഈ പ്രോഗ്രാമിൽ ഏതാണ് ഏറ്റവും കൂടുതൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ലൈന്? ഈ സെക്കൻഡ് ഫോർ ലൂപ്പ്. ഈ ഫോർ ലൂപ്പ് ആണ്. റിമെമ്പർ ഈ ഫോർ ലൂപ്പ് ആക്ച്വലി ഈ ഫോർ ലൂപ്പിനുള്ളിലാണ്. റൈറ്റ്? ഇവിടെ ബ്രാക്കറ്റ് ഇട്ടാലും ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നു. ഈ ഫോർ ലൂപ്പിനുള്ളിലാണ് എന്ത്? ഈ ഫോർ ലൂപ്പ് ഉള്ളത്. അപ്പൊ ഈ ഫോർ ലൂപ്പാണ് ഏറ്റവും കൂടുതൽ തവണ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ അത് ഒറ്റയടിക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇതിനെപ്പറ്റി ഒന്ന് ആലോചിക്കണം. ഇത് ഈ ഫോർ ലൂപ്പിനുള്ളിലുള്ളത്. അപ്പൊ ഐ ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് ജെ എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്? ഈ ഫോർ ലൂപ്പ് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യും? ഐ ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് ഇത് 0 മുതൽ n - 1 വരെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ n ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഐ ഈസ് ഈക്വൽ ടു 1 ആവുന്ന സമയത്തും ഇത് n ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഐ ഈസ് ഈക്വൽ ടു 2 ആവുന്ന സമയത്തും ഇത് n ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഐ ഈസ് ഈക്വൽ ടു 3 ആവുമ്പോഴും ഇത് n ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ പോവാണ്. ഐ ഈസ് ഈക്വൽ ടു n ആവുമ്പോഴും ഇത് എന്ത് ചെയ്യുന്നുണ്ട്? n ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. മൊത്തം എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യുന്നത് ചോദിച്ചാൽ എന്താ? ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. കറക്റ്റ് ആണോ? അപ്പൊ എത്ര വരിക? n² ടൈംസ് ആണ് എന്ത് ചെയ്യുക? എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണ്. വേറെ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇൻഡിപെൻഡന്റ്ലി നോക്കുകയാണെങ്കിൽ ഈ ഫോർ ലൂപ്പ് ഇവിടെ ഇല്ലായിരിക്കും. ഈ ഫോർ ലൂപ്പ് ഇവിടെ ഇല്ല എന്ന് വിചാരിക്കും. ഈ ഫോർ ലൂപ്പേ ഇല്ല. ഈ ഫോർ ലൂപ്പ് ഇല്ല വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് n ടൈംസ് ആണല്ലോ എക്സിക്യൂട്ട് ചെയ്യുക. ഈ ഫോർ ലൂപ്പ് n ടൈംസ് ആണല്ലോ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ടോട്ടലി n ഇൻറ്റു n എന്താണ്? n² ടൈംസ് ആണ് എന്ത് ചെയ്യുക? ഈ സെക്കൻഡ് ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുക. റിമെമ്പർ എല്ലാ സ്റ്റെപ്പിലും n ടൈംസ് തന്നെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്.
അപ്പോൾ മൊത്തം ഇവിടെ n ആണുള്ളത്. അപ്പോൾ n ഇൻറ്റു n എന്താണ്? n സ്ക്വയർ ആണ്. ഇങ്ങനെ നമുക്ക് ഇതിനെപ്പറ്റി ആലോചിക്കാം. ക്ലിയർ ആണോ എല്ലാവർക്കും? അത് ക്ലിയർ ആണോ? കാർത്തിക്, ചിത്ര, പ്രിയ, എല്ലാവരും ക്ലിയർ ആണോ? ഭവ്യ? ഈ പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ തവണ എക്സിക്യൂട്ട് ചെയ്യുന്ന ഏതാണ്? ഏറ്റവും കൂടുതൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ലൈൻ ഏതാണ്? ഈ ഫോർ ലൂപ്പ് ആണ് എന്ത് ചെയ്യുന്നത്? ഏറ്റവും തവണ എക്സിക്യൂട്ട് ചെയ്യുന്നത്. കാരണം എന്താണ്? ഈ ഫോർ ലൂപ്പിന്റെ ഉള്ളിലാണ്. കറക്റ്റ് ആണല്ലോ. അപ്പൊ i ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് ഈ ഫോർ ലൂപ്പ് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യും? ഇവിടെ ബ്ലൈൻഡ്ലി നമുക്ക് n എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? ഇത് 0 to i വരെയാണ് പോകുന്നത്. അപ്പോൾ 0 to i വരെ പോകുമ്പോൾ 1 ടൈം ആണ് എന്ത് ചെയ്യുന്നത്? എക്സിക്യൂട്ട് ചെയ്യുന്നത്. 0 to 0, റൈറ്റ്? 1 ടൈം എക്സിക്യൂട്ട് ചെയ്യുന്നു. i is equal to 1 ആവുന്ന സമയത്തോ 2 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുന്നു. i is equal to 3 ആവുന്ന സമയത്ത് 3 ടൈംസ്. i is equal to 4 ആവുന്ന സമയത്ത് 4 ടൈംസ്. i is equal to 5 ആവുന്ന സമയത്ത് 5 ടൈംസ്. അങ്ങനെ ഫൈനലി i is equal to n ആവുന്ന സമയത്ത് n ടൈംസ് ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഈ പർട്ടിക്കുലർ ലൈൻ, ഈ പർട്ടിക്കുലർ ഫോർ ലൂപ്പ് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ 1 + 2 + 3 + 4 + 5 + എക്സെട്ര + n ഇത്രയും ടൈംസ് ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ? എല്ലാവരും ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അപ്പൊ ബേസിക്കലി നമുക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സീരീസിന്റെ സം എന്താണെന്ന് നമ്മൾ അറിയണം. ഇതൊരു അരിത്തമാറ്റിക് പ്രോഗ്രഷൻ ആണ്. ഇതിന്റെ സം എന്താണെന്ന് നമുക്ക് അറിയണം. അപ്പൊ ചില സമയത്ത് നമ്മൾ നേരത്തെ പ്രീവിയസ് പ്രോബ്ലത്തിൽ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് ഒരു സീക്വൻസ് തന്നു കഴിഞ്ഞാൽ ആ സീക്വൻസ് എത്ര നമ്പർ ഉണ്ട്, എത്ര ടേംസ് ഉണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. അതേപോലെ തന്നെ ചില ടൈംസിൽ ചില സമയത്ത് നമ്മൾ പ്രോഗ്രാം അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ചില സീക്വൻസിന് സമ്മ് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ എത്രയാണ് ആ സമ്മിന്റെ വാല്യൂ എന്താണ്, എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കേണ്ട സിറ്റുവേഷൻ വരും. അപ്പൊ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ കുറെ സീക്വൻസുകളുടെ സം എങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഓക്കെ ആണോ? ഈ ഇതിന്റെ കാര്യം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മൾ കുറെ ഇങ്ങനെ തന്നെ വരണം നിർബന്ധമില്ല, പല രീതിയിൽ വരാം. ശ്രദ്ധിക്കേണ്ട കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഇത് എത്ര ടൈംസ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയിട്ട് നേരെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. 2 ഫോർ ലൂപ്പ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് n സ്ക്വയർ ആണെന്ന് നിർബന്ധമില്ല. 2 ഫോർ ലൂപ്പ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ടൈം കോംപ്ലക്സിറ്റി n സ്ക്വയർ ആണെന്ന് നിർബന്ധമില്ല. അങ്ങനെ ആരും വിചാരിക്കരുത്. ഇറ്റ് ഡിപ്പെൻസ്. നമ്മൾ ആക്ച്വലി അനലൈസ് ചെയ്താൽ നമുക്ക് അറിയുള്ളൂ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അറിയണം ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്തായിരിക്കും വരിക. അപ്പൊ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് കുറെ ഇതേ ടൈപ്പ് കുറെ സീക്വൻസുകളുടെ സമ്മ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, എങ്ങനെ ആൻസർ കണ്ടുപിടിക്കുക. ഫസ്റ്റ് സീക്വൻസ് f is equal to സിഗ്മ സമ്മർ. ഓക്കെ, സിഗ്മ ഓഫ് i is equal to 1 to n i. ഇത് നമ്മൾ എഴുതുകയാണെങ്കിൽ f is equal to 1 plus i equal to 1 ആകുമ്പോൾ 1 2 3 4 എക്സെട്ര പ്ലസ് n. ഇതാണ്. ഇതെന്താണ്? അരിത്തമാറ്റിക് പ്രോഗ്രഷൻ ആണ്. ഇതിന്റെ സം ആണുള്ള ഇക്വേഷൻ നിങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കണം. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ്. ബേസിക് ആയിട്ടുള്ള അരിത്തമാറ്റിക് ഇക്വേഷൻ സം ആണ്. ഈക്വൽ ടു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ഡിവൈഡ് ബൈ 2. ഇതാണ് അരിത്തമാറ്റിക് പ്രോഗ്രഷന്റെ സം ആണുള്ള ഇക്വേഷൻ. ഫസ്റ്റ് ടേം എന്താണ്? ഇവിടെ 1 ആണ്. ലാസ്റ്റ് ടേം എന്താണ്? n ആണ്. ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? 1 to n വരെ ഉണ്ട് അല്ലെ? 1 to n വരെ എത്ര ടേംസ് ഉണ്ട് ഈ സീക്വൻസിൽ? n ഡിവൈഡ് ബൈ 2. n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡ് ബൈ 2. അപ്പോൾ നമുക്ക് കിട്ടിയ എന്താണ്? n ഇൻറ്റു n പ്ലസ് 1
ഡിവൈഡ് ബൈ 2 ആണ് നമ്മുടെ ഇക്വേഷൻ. ഇതിന്റെ ബിഗ് കോണോട്ടേഷൻ എന്തായിരിക്കും? നമ്മൾ എക്സ്പാൻഡ് ചെയ്തേണ്ട ആവശ്യമില്ല. ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ n ഇൻറ്റു n വന്നത് എന്തായി n² ആയി. ബാക്കിയുള്ള ടേം ഒക്കെ ലോഡർ ടേമും ലീഡിങ് കോൺസ്റ്റന്റ് ആയിരിക്കും. അത് കളയാം. നമുക്ക് ആൻസർ എന്താ കിട്ടുക? ഓർഡർ ഓഫ് n². ക്ലിയർ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് സീക്വൻസ് f is equal to I is equal to 1 to n I². Express the value of f in terms of big connotation. ഇപ്പൊ ചില സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ വരാം. എന്താണ് എക്സ്പ്രഷൻ? ആക്ച്വലി എന്താണ് 1² പ്ലസ് 2² പ്ലസ് 3² പ്ലസ് 4² പ്ലസ് എക്സെട്ര പ്ലസ് n². എന്താണ് ഇതിന്റെ സം കാണുള്ള ഇക്വേഷൻ ആർക്കും അറിയോ? സം കാണുള്ള ഇക്വേഷൻ അറിയോ? That's equal to n into it's not geometric progression, n into n plus 1 into 2n plus 1 divide by 6. ഇതാണ് 2n plus 1 divide by 6 അല്ലേ? Didn't see? Okay. 2n n into n plus 1 into 2n plus 1 divided by 6. ഇതാണ് ഇതിന്റെ സം കാണുള്ള ഇക്വേഷൻ. ഇത് നിങ്ങൾ പഠിക്കുക. ഇതിന്റെ ആൻസർ എന്തായിരിക്കും വരിക? n into n n² into n എന്താണ്? n³. So this should be equal to order of n³. ഈ ഇക്വേഷൻ പഠിച്ചിട്ടില്ലെങ്കിൽ ഇത് ഒരു പാറ്റേൺ ഉണ്ടാക്കി ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? അതാണ് ഞാൻ പറഞ്ഞത്. അതായത് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് എക്സെട്ര പ്ലസ് n ഇതാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇതിന്റെ ആൻസർ എന്താണ്? ഓർഡർ ഓഫ് n² ആണ്. ഇനി 1² പ്ലസ് 2² പ്ലസ് 3² പ്ലസ് 4² പ്ലസ് എക്സെട്ര പ്ലസ് n² ദാറ്റ്സ് ഈക്വൽ ടു ഓർഡർ ഓഫ് n³ ആണ്. ഓർ വേറെ ഇതിൽ എഴുതുന്നതാണ് സിഗ്മ ഓഫ് i is equal to 1 to n I is equal to order of n² ആണ്. This is equal to sigma of I is equal to 1 to n I² is equal to order of n³ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1³ പ്ലസ് 2³ പ്ലസ് 3³ പ്ലസ് 4³ പ്ലസ് എക്സെട്ര പ്ലസ് n³ എന്നുള്ള എന്തായിരിക്കും വരിക? എന്തായിരിക്കും വരിക? എല്ലാവരും പറഞ്ഞേ, വേഗം പറഞ്ഞേ. ഓർഡർ ഓഫ് n⁴ ആണ് വരുന്നത്. സിഗ്മ ഓഫ് i is equal to 1 to n I³ is equal to order of n⁴. നിങ്ങൾ ഈ പാറ്റേൺ ഓർത്ത് വെച്ചാലും മതി. ഇക്വേഷൻ പഠിക്കണം നിർബന്ധമില്ല. ഈ പാറ്റേൺ ഓർത്ത് വെച്ചാലും മതി. ഇതിന്റെ ആക്ച്വൽ ഇക്വേഷൻ എന്താണ്? n into n plus 1 divided by 2 whole square ആണ്. Right? That is n into n n². Again square എന്താവും? Order of n⁴ ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇതിന് ആൻസർ എന്തായിരിക്കും? Again വേറെ സീക്വൻസ് ആണ്. ഇറ്റ് ഈസ് ആക്ച്വലി 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് എക്സെട്ര അപ് ടു ലോഗ് n. നിങ്ങൾ ഈ സീക്വൻസ് ഒക്കെ ഒരുപാട് കാണും. ഓക്കെ ആണോ? 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് എക്സെട്ര അപ് ടു ലോഗ്. എന്തായിരിക്കും ആൻസർ വരുന്നത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമുക്കറിയാം, ശ്രദ്ധിക്കുക, ഇതൊക്കെ പാറ്റേൺ നിങ്ങൾ ഓർത്ത് വെച്ച പ്രശ്നങ്ങൾ കഴിഞ്ഞ് സിഗ്മ ഓഫ് i is equal to 1 to n I is equal to എന്താണ്? ഓർഡർ ഓഫ് n² ആണ്. സോറി, ഓർഡർ ഓഫ് n² ആണ്. ഓർഡർ ഓഫ് n² ആണ്.
ശ്രദ്ധിക്കുക, ഈ n ഇവിടെ ഉണ്ട്. ഈ n ആണ് എന്തായിരിക്കുന്നത്? n സ്ക്വയർ ആയിരിക്കുന്നത്. i is equal to 1 to n വരെ പോകുമ്പോൾ സോ സ്വാഭാവികമായിട്ടും i is equal to 1 to log n, സെയിം i should be order of, ഇത് ഇങ്ങോട്ട് വരണം, should be order of log n whole square ആയിരിക്കണം. order of log n whole square ആയിരിക്കണം. ഇനി നമുക്ക് ചെയ്ത് നോക്കാം. ആൻസർ ബിഗ് ഓഫ് log n whole square ആയിരിക്കും. അപ്പോൾ ഇത് ആക്ച്വലി ഒരു അരിത്തമാറ്റിക് പ്രോഗ്രഷൻ ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അരിത്തമാറ്റിക് പ്രോഗ്രഷന്റെ സമ്മാണ ഇക്വേഷൻ എന്താണ്? ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ടേംസ്. ഇവിടെ 1 മുതൽ log n വരെ ഉള്ളത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എന്താണ്? log n ഡിവൈഡ് ബൈ 2. ഇതാണ് അരിത്തമാറ്റിക് പ്രോഗ്രഷന്റെ സമ്മാണ ഇക്വേഷൻ. റൈറ്റ്? ഇവിടെ log n ഇൻറ്റു log n ഉണ്ട്. അപ്പൊ എന്താ വരിക? log n whole square. big of log n whole square. ക്ലിയർ ആണോ? എല്ലാവരും ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി ഞാൻ ഒരു കാര്യം പറയാം, ശ്രദ്ധിക്കുക. നമ്മൾ സാധാരണ അനാലിസിസിൽ ചില സമയത്ത് ചില നൊട്ടേഷൻസ് ഒക്കെ അബ്യൂസ് ചെയ്യും. അപ്പൊ സാധാരണ നമ്മൾ ഈ log n whole square എന്നുള്ളതിന് പകരം ശ്രദ്ധിക്കുക എല്ലാവരും, log n whole square എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ എന്ത് എഴുതും വെച്ചാൽ log square n എഴുതും സാധാരണ. അപ്പോൾ log n whole square എന്നതിന് പകരം log square എന്നതാണ് സാധാരണ നമ്മൾ എഴുതുക. ഇത് ചില സമയത്ത് നമ്മൾ കൺഫ്യൂഷൻ ആവും. അതായത് ഈ log square എന്ന് പറഞ്ഞാൽ ശരിക്കും log n ആണോ അതല്ല log n whole square ആണോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. ആലോചിക്കുക, log square എന്ന് പറഞ്ഞാൽ ഒരിക്കലും log n അല്ല. ഓക്കെ ആണോ? നമ്മൾ അബ്യൂസ് ചെയ്യാണ്, നൊട്ടേഷൻ അബ്യൂസ് ചെയ്യാണ്. പക്ഷെ log square എന്നാണ് ഉദ്ദേശിക്കുന്നത് log n whole square-നെയാണ്. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് log n whole square, sometimes we will write log square n. ക്ലിയർ ആണോ? Okay. Could you find running time of this algorithm? It should be straightforward, I think. Straightforward, right? ഏതാണ് ഏറ്റവും കൂടുതൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ലൈൻ? ഏതാണ്? ഈ വൈൽ ലൂപ്പ് ആണ് ഏറ്റവും കൂടുതൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്. വാല്യൂ ലെസ് ദാൻ n വരെയാണ് നമ്മൾ നോക്കേണ്ടത്. വാല്യൂ ഫസ്റ്റ് n ആണ്. വാല്യൂ എന്താണ്? വാല്യൂ ഇൻറ്റു 2 ആണ് ആവുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഇന്ന് ഈ വൈൽ ലൂപ്പ് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യുന്നത് മാത്രമാണ് കണ്ടുപിടിക്കാനുള്ളൂ. ഇതൊരു ജോമെട്രി പ്രോഗ്രഷൻ ആണ്, മനസ്സിലായി. ഇൻക്രീസിങ് ജോമെട്രി പ്രോഗ്രഷൻ ആണ്. സ്റ്റാർട്ടിങ് വിത്ത് 1 to n വരെയാണ് പോകുന്നത്. സോ എത്ര ടേംസ് ഉണ്ടാവും വെച്ചാൽ log n ടേംസ് ആണ് ഉണ്ടാവുക. ആൻസർ എന്തായിരിക്കണം? ഓർഡർ ഓഫ് log n ആയിരിക്കും. ആൻസർ ഷുഡ് ബി സി. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഇനി ആൻസർ പറയാൻ പറ്റുമോ? എല്ലാവരും പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. ഏത് ലൈനാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്? ഏത് ലൈനാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്? ഏത് ലൈനാണ്? ഇവിടെ ഒറ്റ ഫോർ ലൂപ്പേ ഉള്ളൂ അല്ലേ? അപ്പൊ ഈ ഫോർ ലൂപ്പ് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്ത് മാത്രം നമുക്ക് കണ്ടുപിടിക്കാനുള്ളൂ, വേറെ ഒന്നുമില്ല. അതാണ് പറയുന്നത്, അനാലിസിസ് വളരെ സിമ്പിൾ ആണ്. ഈ ഫോർ ലൂപ്പ് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്ത് മാത്രമേ കണ്ടുപിടിക്കാനുള്ളൂ. നമ്മൾ നോക്കാം. i is equal to 1 ആണ് ഫസ്റ്റ് തുടങ്ങുമ്പോൾ, റൈറ്റ്? ഈ ഫോർ ലൂപ്പിൽ വന്ന് i is equal to 1 ആക്കുന്നു. i into i ലെസ് ദാൻ n ആണോ ചെക്ക് ചെയ്ത്? അതായത് 1 into 1 അല്ലേ? ഇതാണ് ചെക്ക് ചെയ്യുന്നത്. 1 into 1 ലെസ് ദാൻ n ആണോ ചെക്ക് ചെയ്ത്. എന്നുള്ള വലിയ വാല്യൂ വിചാരിക്കും. സോ അത് ഉള്ളോട്ട് പോകും, റൈറ്റ്? നെക്സ്റ്റ് എന്താവും? i is equal to 2 ആവും. അഗെയിൻ 2 into 2 ലെസ് ദാൻ n ആണോ ചെക്ക് ചെയ്യും.
ഐ ഇസ് ഈക്വൽ ടു 3 ആവും. 3 into 3 ലെസ് ദാൻ എന്നാണോ ചെക്ക് ചെയ്യും. ഐ ഇസ് ഈക്വൽ ടു 4 ആവും. 4 into 4 ലെസ് ദാൻ എന്നാണോ ചെക്ക് ചെയ്യണം. ഇങ്ങനെ പോയിട്ട് അവസാനത് ബ്രേക്ക് ആവും. ബ്രേക്ക് ആവുന്ന എവിടെയാണെന്ന് നമുക്കറിയില്ല, അത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഐന്റെ വാല്യൂ ഏതോ ഒരു വാല്യൂ കെ ആണെന്ന് വിചാരിക്കും. ഈ വാല്യൂ ആകുമ്പോഴാണ് ബ്രേക്ക് ആവുന്നതെങ്കിൽ കെ ഇൻറ്റു കെ ലെസ് ദാൻ എന്നുള്ള കണ്ടീഷൻ ബ്രേക്ക് ആയി എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു കെ എന്താണ് എൻ ആയി എടുക്കുക. എന്നേക്കാൾ കൂടുതലാവാം, ഇറ്റ്സ് ഓക്കെ, കുറച്ച് അപ്രോക്സിമേഷൻ ഓക്കെയാണ്. അപ്പോൾ കെ ഇൻറ്റു കെ ഈസ് ഈക്വൽ ടു എൻ ആവുന്ന സമയത്ത് ഇത് ബ്രേക്ക് ആവും. നമുക്ക് കണ്ടുപിടിക്കുക എന്താണ് എത്ര സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ കെന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്താ പറയാ കെ ഇൻറ്റു കെ ഓർ കെ സ്ക്വയർ എന്താണ് എൻ ആണ്. കെ എന്താണ് റൂട്ട് എൻ ആണ്. അപ്പോൾ കെന്റെ വില റൂട്ട് എൻ ആകുമ്പോഴാണ് എന്താവുന്നത് ഈ ഫോർ ലൂപ്പ് ബ്രേക്ക് ആവുന്നത്. അപ്പോൾ I 1 മുതൽ 1 2 ഇങ്ങനെ എന്ത് വരെ പോകണം റൂട്ട് എൻ വരെ പോകണം. അപ്പൊ എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യും റൂട്ട് എൻ ടൈംസ് ആണ് എന്ത് ചെയ്യുക ഈ ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ആൻസർ എന്തായിരിക്കണം തീറ്റ ഓഫ് റൂട്ട് എൻ. അതില്ല, ഇസ് ഇറ്റ് ക്ലിയർ? ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഏത് ലൈനാണ് ഏറ്റവും കൂടുതൽ തവണ എക്സിക്യൂട്ട് ചെയ്യാൻ പോണത് പറയാൻ പറ്റാറിയാലും. ഏത് ലൈനാണ് ഏറ്റവും കൂടുതൽ തവണ എക്സിക്യൂട്ട് ചെയ്യാൻ പോണത്? ഈ ഫോർ ലൂപ്പ്, ദിസ് ഫോർ ലൂപ്പ്, ഈ ഫോർ ലൂപ്പാണ് ഏറ്റവും കൂടുതൽ തവണ എക്സിക്യൂട്ട് ചെയ്യാൻ പോണത്. ഇനി ഞാൻ ആലോചിക്കുക, എപ്പോഴും ഇങ്ങനത്തെ പ്രോബ്ലം വരുമ്പോഴേ എപ്പോഴും ആലോചിക്കേണ്ടത് എന്താ വെച്ചാൽ ഈ ഫോർ ലൂപ്പുകൾ ഇൻഡിപെൻഡന്റ് ആണോ അല്ലേ എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത്. എന്താണ് ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ശ്രദ്ധിക്കല്ലാരും, for I is equal to 1 to n, for j is equal to 1 to n. ഇങ്ങനെയാണ് ഞാൻ എഴുതിയിരിക്കുക. ഈ ഫോർ ലൂപ്പുകൾ ശരിക്കും ഇൻഡിപെൻഡന്റ് ഫോർ ലൂപ്പുകളാണ്. ഒന്നിന്റെ ഉള്ളിലാണ് ഒന്ന്, പക്ഷെ ഇൻഡിപെൻഡന്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഈ ഫോർ ലൂപ്പിന്റെ എക്സിക്യൂഷൻ ശരിക്കും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഈ ഫോർ ലൂപ്പിന്റെ ഐനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ. ഉണ്ടോ? ഇത് ഞാൻ ഫോർ ജെ ഇസിക്കൽ ടു 1 to n എഴുതി കഴിഞ്ഞാൽ ഈ ഫോർ ലൂപ്പിനുള്ളിലാണ് ഇതുള്ളെങ്കിലും അതിന്റെ വാല്യൂ 1 ആയാലും 2 ആയാലും 3 ആയാലും എപ്പോഴും എന്താണ് ഫോർ ജെ ഇസിക്കൽ ടു 1 to n ആണ്. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഫോർ ലൂപ്പ് ഇൻഡിപെൻഡന്റ് ആണ്. ഞാൻ ഇവിടെ ഫോർ ജെ ഇസിക്കൽ ടു 1 to i എന്ന് എഴുതിയായിരിക്കും. 1 to i. ഇപ്പൊ ഈ ഫോർ ലൂപ്പുകൾ ഇൻഡിപെൻഡന്റ് ആണോ? അല്ല. കാരണം എന്താണ്? ഇപ്പം ഈ ഫോർ ലൂപ്പ് എത്ര തവണ എക്സിക്യൂട്ട് ഓരോ തവണ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് ഐന്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്തിട്ടാണുള്ളത്. ഐന്റെ വാല്യൂന് അതായത് ഒരു ഫോർ ലൂപ്പ് വേറൊരു ഫോർ ലൂപ്പിന്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ സെപ്പറേറ്റ് ഓരോ തവണയും എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യണമെന്ന് എന്ത് ചെയ്യണം? കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. കാരണം ഇവിടെ എന്താണ്? ഇവിടെ നോക്കൂ, ഈ ഫോർ ലൂപ്പിന്റെ വാല്യൂ ആക്ച്വലി ഈ ഫോർ ലൂപ്പിന്റെ വേരിയബിളിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മറിച്ച് ഇതിന് തൊട്ട് മുന്നത്തെ പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാലോ ഈ ഫോർ ലൂപ്പ് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളത് ഈ ഫോർ ലൂപ്പിന്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ശരിക്കും. അതായത് ഐയുടെ വാല്യൂ എന്തോ ആയിക്കോട്ടെ, ജെ ഓൾവേസ് എന്നാണ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇൻഡിപെൻഡന്റ് ഫോർ ലൂപ്പ് ആണെങ്കിൽ ശരിക്കും ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇൻഡിപെൻഡന്റ് ഫോർ ലൂപ്പ് ആണെങ്കിൽ ഒരു ഫോർ ലൂപ്പ് എത്ര തവണ എക്സിക്യൂട്ട് കണ്ടുപിടിക്കുക, അടുത്ത ഫോർ ലൂപ്പ് എത്ര തവണ എക്സിക്യൂട്ട് കണ്ടുപിടിക്കുക, രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് ഈ ഫോർ ലൂപ്പ് ഇല്ലാത്ത രീതിയിൽ ആലോചിക്കുക. ഈ ഫോർ ലൂപ്പ് എത്ര തവണ ഉണ്ട്? ഇതില്ലെങ്കിൽ n ടൈംസ് ആണല്ലോ, ഇത് സെപ്പറേറ്റ്ലി n ടൈംസ് ആണല്ലോ. ഡിപ്പെൻഡന്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? തനിയെ കണ്ടുപിടിക്കണം. അതല്ല ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ഓരോ ഫോർ ലൂപ്പ് എത്ര തവണ എക്സിക്യൂട്ട് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം ജസ്റ്റ് നമ്മുടെ പ്രോഗ്രാമിലോട്ട് തിരിച്ചു വരാം. ഇവിടെയുള്ള ഈ ഫോർ ലൂപ്പുകൾ ഇൻഡിപെൻഡന്റ് ആണോ അതോ ഡിപ്പെൻഡന്റ് ആണോ എന്നുള്ളത് നിങ്ങൾ ആദ്യം ആലോചിക്കുക. ഈ ഫോർ ലൂപ്പ് ഫോർ കെ ഇസിക്കൽ ടു 1, കെ ലെസ് ദാൻ n, കെ ഇസിക്കൽ ടു കെ ഇൻറ്റു 2. ഈ ഫോർ ലൂപ്പാണ് ഏറ്റവും കൂടുതൽ തവണ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ ഫോർ ലൂപ്പ് ഇതിനുള്ളിലാണ്, ഈ ഫോർ ലൂപ്പ് ഇതിനുള്ളിലാണ്, ഇൻഡിപെൻഡന്റ് ആണ്. ഈ ഫോർ ലൂപ്പോ, ഈ സെക്കൻഡ് ഫോർ ലൂപ്പ് ഇൻഡിപെൻഡന്റ് ആണോ? ജെ ഇസിക്കൽ ടു 1, ജെ പ്ലസ് n ബൈ 2 ലെസ് ദാൻ n, ജെ പ്ലസ് പ്ലസ്, ഇൻഡിപെൻഡന്റ് ആണ്. ഫസ്റ്റ് ഫോർ ലൂപ്പ് എന്തായാലും ഇൻഡിപെൻഡന്റ് ആയിരിക്കും.
റൈറ്റ്? അപ്പൊ നമുക്ക് ഓരോ ഫോർ ലൂപ്പും എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യേണ്ടെന്ന് നോക്കിയിട്ട് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി ആൻസർ കിട്ടാൻ. Yeah, all depends on n, but n we are not modifying, right? All loops depends on n. That's correct. So first ഈ ഫോർ ലൂപ്പ് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്? ഈ ലാസ്റ്റ് ഫോർ ലൂപ്പ് ഇതിനുള്ളിൽ അല്ല എന്നുള്ള അസംഷനിൽ ഇൻഡിപെൻഡന്റ്ലി നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ, ഈ ഫോർ ലൂപ്പ് മാത്രം എടുത്ത് ആലോചിക്കുകയാണെങ്കിൽ എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യും? കെന്റെ വാല്യൂ ഫസ്റ്റ് 1 ആണ്, n വരെയാണ് പോകുന്നത്. കെ എന്താണ്? k × 2 ആണ് ആക്കുന്നത്. ഇൻക്രീസിങ് ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്, ലോഗൻ ടൈംസ് ആണ്. ഇവിടെ j = 1 ആണ്. ഇൻക്രിമെന്റ് ചെയ്യുന്നത് എങ്ങനെ നോക്കൂ? ഈ ഫോർ ലൂപ്പ് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്? സെക്കൻഡ് ഫോർ ലൂപ്പ് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യുന്നത്? ഓക്കെ, ജെന്റെ വില 1 ആണ്. ജെ ഇൻക്രിമെന്റ് ചെയ്യുന്നത് 1/1 ആണ്. അത് ജോമെട്രിക് പ്രോഗ്രഷൻ പോലെയാണ് ഇൻക്രിമെന്റ് ആവുന്നത്. 1/1 ആണ്. ഇറ്റ് ഇസ് നോട്ട് അരിത്തമാറ്റിക് പ്രോഗ്രഷൻ പോലെയാണ്. ഇറ്റ്സ് നോട്ട് ജോമെട്രിക് പ്രോഗ്രഷൻ. ഓക്കെ, എന്ത് ചെയ്യാണ്? ജെന്റെ വില 1/1 ആയിട്ട് ഇൻക്രിമെന്റ് ആവുന്നത്. ജെന്റെ വില n/2 വരെയാണ് പോകുന്നത് കേട്ടോ. j + n/2 ലെസ് ദാൻ n ആണെന്ന് ചെക്ക് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ജെന്റെ വില എവിടെ വരെ പോകും? n/2 വരെ പോകും. ജെന്റെ വില n/2 വരെ പോകും. അപ്പൊ ഇത് അപ്രോക്സിമേറ്റ്ലി n/2 ടൈംസ് ആണ് ഈ ഫോർ ലൂപ്പ് ഇൻഡിപെൻഡന്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന ആലോചിച്ചാൽ, പ്രൊവൈഡഡ് ദർ ഇസ് നോ അതർ ഫോർ ലൂപ്പ്. ഇനി ഈ ഫോർ ലൂപ്പോ അഗെയിൻ ഐന്റെ വില അവിടെ എന്താണ്? 1 ആണ്. i++ ഇത് ജോമെട്രിക് പ്രോഗ്രഷൻ അല്ല. ഐ വേറെ എവിടെയും മോഡിഫൈ ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ i ലെസ് ദാൻ n/2 വരെയാണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഫോർ ലൂപ്പ് n/2 വരെയാണ് പോകുന്നത്. സോ മൊത്തം ഈ ഫോർ ലൂപ്പ് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യുന്നത് വെച്ചാൽ എന്താണ്? n/2 × n/2 × log n ആണ്. ഈ /2 ഒക്കെ കളയാം. സോ ഇറ്റ്സ് വിൽ ബി ഈക്വൽ ടു ഓർഡർ ഓഫ് n² log n. It is order of n² log n. Answer should be D. Clear ആണോ? Is it clear? In the below program, how many times printf will be executed? അപ്പോൾ നിങ്ങൾ പ്രോഗ്രാം എപ്പോഴും നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യുമ്പോഴേ നമ്മൾ ഫാസ്റ്റ് ഓക്കെ ആണ്, പക്ഷെ എന്താണ് എക്സാക്ട്ലി ക്വസ്റ്റ്യൻ നിങ്ങൾ ആലോചിക്കണം. ചില സമയത്ത് പ്രോഗ്രാം തന്നിട്ട് അതിന് ടൈം കോംപ്ലക്സിറ്റി ആയിരിക്കില്ല ചോദിച്ചിട്ടുണ്ടാവുക, വേറെ എന്തെങ്കിലും ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. നിങ്ങൾ വേഗം എന്ത് ചെയ്യും? ടൈം കോംപ്ലക്സിറ്റി കണ്ട് ചാൻസ് ചെയ്തു. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി ടൈംസ് printf will be executed എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ പർട്ടിക്കുലർ ലൈൻ എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് ചോദ്യം. അതിന്റെ ബിഗ് നോട്ടേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ചില സമയത്ത് ഒരു ഫംഗ്ഷൻ തന്നിട്ട് ആ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂവിന്റെ ബിഗ് നോട്ടേഷൻ ചോദിക്കും. നിങ്ങൾ ആ ഫംഗ്ഷനെ ടൈം കോംപ്ലക്സിറ്റി ചെയ്തിട്ട് കാര്യമില്ല. ആ ഫംഗ്ഷന്റെ വാല്യൂ റിട്ടേൺ ചെയ്യണത് എക്സ്പ്രസ് ചെയ്യാനാണ് പറയാം. അപ്പോൾ ഇവിടെ ക്ലിയർ ആയിരിക്കണം. എന്താണ്? ഹൗ മെനി ടൈംസ് printf will be executed? Answers please. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കാം. ഈ printf എന്നുള്ള ഈ സ്റ്റേറ്റ്മെന്റ് അപ്രോക്സിമേറ്റ് എത്ര തവണ എക്സിക്യൂട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോർ ലൂപ്പ് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ള തന്നെയാണ് ക്വസ്റ്റ്യൻ അല്ലേ? ഈ ഫോർ ലൂപ്പ് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഇൻഡിപെൻഡന്റ് ഫോർ ലൂപ്പ് ആണോ എന്ന് നോക്കുമ്പോൾ എന്താണ്? i = 1 to n, i less than n, i++, for j = 1, j less than n, j++. ഇൻഡിപെൻഡന്റ് ഫോർ ലൂപ്പ് ആണ്. ഇൻഡിപെൻഡന്റ് ഫോർ ലൂപ്പ് ആണ്. അപ്പൊ ഈ ഫോർ ലൂപ്പ് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യുന്നത് കണ്ടുപിടിക്കുക. അത് എക്സ് ആണെങ്കിൽ എക്സ് എഴുതാം. ഈ ഫോർ ലൂപ്പ് എത്ര തവണ എക്സിക്യൂട്ട് കണ്ടുപിടിക്കുക. അത് y ആണെങ്കിൽ y. സോ ടോട്ടലി ഈ ഫോർ ലൂപ്പ് എത്ര തവണ എക്സിക്യൂട്ട് എന്ന് വെച്ചാൽ എന്താണ്? x × y ആണ്. x × y ആണ്. ഇതാണ് നമ്മുടെ ഐഡിയ, റൈറ്റ്? അപ്പം ഈ ഫോർ ലൂപ്പ് ഫസ്റ്റ് ഫോർ ലൂപ്പ് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യും? i = 1, i less than n, i++. So it's going to execute n times. ഈ സെക്കൻഡ് ഫോർ ലൂപ്പ് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യും? ഇൻഡിപെൻഡന്റ്ലി ആലോചിക്കുകയാണെങ്കിൽ സെക്കൻഡ് ഫോർ ലൂപ്പ് ശ്രദ്ധിക്കില്ലാരും, എല്ലാവരും ശ്രദ്ധിക്കാം.
ഫോർ ജെ ഇസ് ഈക്വൽ ടു 1, ജെ ലെസ് ദാൻ n, ജെ പ്ലസ് പ്ലസ് എന്ന് നോക്കുമ്പോൾ അത് n ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുന്ന പോലെ തോന്നും. പക്ഷെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ പ്രിന്റ് എഫ് ആൻഡ് ദെൻ ജസ്റ്റ് ബ്രേക്ക്. നോക്കൂ, ഈ ഫോർ ലൂപ്പ് മാത്രമേ ഉള്ളൂ വിചാരിക്കും, വേറെ മുകളിൽ ഫോർ ലൂപ്പ് വിട്ടേക്കും. ഈ ഫോർ ലൂപ്പ് മാത്രം ഉണ്ടെങ്കിൽ എത്ര തവണ പ്രിന്റ് എഫ് ചെയ്യും? ഒരു തവണയല്ലേ ചെയ്യുള്ളൂ, കാരണം ഇവിടെ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഇല്ലേ. ഇല്ലേ? ഉണ്ട് അല്ലേ? അപ്പൊ ആക്ച്വലി ഈ ഫോർ ലൂപ്പ് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ? 1 ടൈമാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇൻഡിപെൻഡന്റ് നമ്മൾ ആലോചിച്ചാൽ അത് 1 ടൈം എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ, കാരണം ഇവിടെ ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ ടോട്ടലി എത്രയാണ്? n into 1, ദാറ്റ് ഈസ് ഓർഡർ ഓഫ് n. ഓർഡർ ഓഫ് n. ആൻസർ ഷുഡ് ബി പി. ക്ലിയർ ആണോ എല്ലാവർക്കും? ഈ പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ തവണ എക്സിക്യൂട്ട് ചെയ്യുന്ന ലൈൻ ഏതാ? ഏറ്റവും കൂടുതൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ലൈൻ. See, even though there is 3 for loops here, ഈ ഫോർ ലൂപ്പ് ആണ് ഏറ്റവും കൂടുതൽ തവണ എക്സിക്യൂട്ട് ചെയ്യുന്നത്. കാരണം ഈ ഫോർ ലൂപ്പ് എന്തല്ല, ഇതിനുള്ളിലല്ല. ക്ലിയർ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? അപ്പൊ നമ്മൾ ആക്ച്വലി ഈ ഫോർ ലൂപ്പ് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യുന്നത് മാത്രം കണ്ടുപിടിച്ചാൽ പോരെ. കാരണം ഈ ഫോർ ലൂപ്പ് അല്ലേ ഏറ്റവും കൂടുതൽ തവണ എക്സിക്യൂട്ട് ചെയ്യുന്ന ഈ പ്രോഗ്രാമില്. ഈ ഫോർ ലൂപ്പ് ഇൻഡിപെൻഡന്റ് ആണോ? ഫോർ ജെ ഈക്വൽ 0, ജെ ലെസ് ദാൻ n, ജെ പ്ലസ് പ്ലസ്. ജെന്റെ വാല്യൂ എവിടെയെങ്കിലും മോഡിഫൈ ചെയ്യുന്നുണ്ടോ? എവിടെ നമ്മൾ മോഡിഫൈ ചെയ്യുന്നില്ല. എവിടെ നമ്മൾ ജെന്റെ വാല്യൂ മോഡിഫൈ ചെയ്യുന്നില്ല. i ഈക്വൽ 0, i ലെസ് ദാൻ n, i പ്ലസ് പ്ലസ്. ഐന്റെ വാല്യൂ വേറെ മോഡിഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇറ്റ് ഇസ് ഇൻഡിപെൻഡന്റ് ഫോർ ലൂപ്പ്. So this is going to run n times. This is also going to run n times. So n into n, it is going to take order of n square time. Clear or no? ഇവിടെ ഏത് ലൈനാണ് ഏറ്റവും കൂടുതൽ തവണ എക്സിക്യൂട്ട് ചെയ്യുന്ന ഏത് ലൈനാണ്? ഈ വൈൽ ലൂപ്പ്, ദിസ് വൈൽ ലൂപ്പ്. ഈ വൈൽ ലൂപ്പ് എല്ലാ തവണയും, ഐ മീൻ ഇൻഡിപെൻഡന്റ് മീൻസ് എവറി ടൈം ഇറ്റ്സ് ഗോയിങ് ടു റൺ ദ സെയിം എമൗണ്ട് ഓഫ് ടൈം. അതാണ് ഇൻഡിപെൻഡന്റ് മീൻസ്. എന്താ വെച്ചാൽ ഓരോ തവണ വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തും ആ വൈൽ ലൂപ്പ് എന്താണ്, സെയിം നമ്പർ ഓഫ് ടൈംസ് തന്നെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻഡിപെൻഡന്റ് എന്ന് പറയും. ഈ വൈൽ ലൂപ്പ് ഇൻഡിപെൻഡന്റ് ആണോ? അല്ല. ഈ വൈൽ ലൂപ്പ് ഇൻഡിപെൻഡന്റ് അല്ല. കറക്റ്റ് ആണ്. എന്താ കാരണം? കാരണം എല്ലാ തവണയും ജെ ലെസ് ദാൻ n വരെയാണ് പോകുന്നത്. പക്ഷെ n എന്താവുന്നുണ്ട്? n/2 ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്താണ്? n എന്താവുന്നുണ്ട്? n/2 ആവുന്നുണ്ട്. അപ്പൊ ഇതെന്തല്ല, ഇൻഡിപെൻഡന്റ് അല്ല. എല്ലാ തവണയും ഒരുപോലെ അല്ല റൺ ചെയ്യാൻ പോണത്. സിമിലർലി i ലെസ് ദാൻ n ആണ്. n എന്താവുന്നുണ്ട്? എവറി ടൈം മോഡിഫൈ ചെയ്യപ്പെടുന്നുണ്ട്. സോ ഇതൊന്നും ഇൻഡിപെൻഡന്റ് അല്ല. അപ്പൊ ഇത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഈ വൈൽ ലൂപ്പ് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യണം? അനാലിസിസ് ചെയ്യണം. 3 വേരിയബിൾ ആണ് നമുക്കുള്ളത്. ഒന്ന് i, വേറൊന്ന് j, വേറൊന്ന് n. ഈ 3 വേരിയബിൾ ആണ് ഇവിടെ മോഡിഫൈ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ i ഈക്വൽ ടു ഇനീഷ്യലി 0 ആണ്.
ജെ ഇനി 0 ആണ്. എന്നിന്റെ വാല്യൂ n തന്നെ വിചാരിക്കും. ഫസ്റ്റ് നമ്മൾ ഈ വൈൽ ലൂപ്പിലോട്ട് വരുന്നു. i ലെസ് ദാൻ n ആണോ ചെക്ക് ചെയ്യുന്നു. n എന്താകുന്നു? n/2 ആകുന്നു. അപ്പൊ എന്നിന്റെ വാല്യൂ എന്താകുന്നു? n/2 ആണ്. i പ്ലസ് 0 ആണ്, j പ്ലസ് 0 ആണ്. j അഗെയിൻ 0 ആക്കുന്നു. എന്നിട്ട് വൈൽ j ലെസ് ദാൻ n j പ്ലസ് പ്ലസ്, റൈറ്റ്? ഈ ഫോർ ലൂപ്പ് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യും? ഇപ്പം എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യും? j ന്റെ വാല്യൂ എന്താവും? 1 2 3 അപ് ടു n/2 വരെ പോകും. കറക്റ്റ് ആണോ? കറക്റ്റ് ആണോ? അപ്പൊ ഇത്രയും തവണ എന്ത് ചെയ്യും? ഈ വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. എന്താവുമ്പം n/2, ന്റെ വാല്യൂ 0. ഓക്കെ, അഗെയിൻ നമ്മൾ തിരിച്ചു വരും. ന്റെ വാല്യൂ 0 തന്നെയാണ്. i ലെസ് ദാൻ n ആണോ? n നടപ്പോ എത്രയാണ്? n/2 ഉള്ളൂ കേട്ടോ. i ലെസ് ദാൻ n/2 ആണോ ചെക്ക് ചെയ്യും. ലെറ്റ്സ് അസ്യൂം i ലെസ് ദാൻ n/2 ആണ്. ന്റെ വില നമ്മൾ എന്താക്കും? n/4 ആക്കും. ന്റെ വില n/4 ആക്കും. അഗൈൻ ഈ വൈൽ ലൂപ്പ് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യും? n/4 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും, റൈറ്റ്? അതായത് 1 to n/4 വരെ. ക്ലിയർ ആണോ? സോറി, 0 to n/4 വരെ. 0 to n/4 വരെ. ക്ലിയർ ആണോ? ഇത്രയും തവണ ഈ വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ക്ലിയർ ആണ്? ക്ലിയർ ആണ്. അഗെയിൻ നെക്സ്റ്റ് ഇതിൽ n എന്താവും? n/8 ആവും. അപ്പൊ ഈ വൈൽ ലൂപ്പ് 0 to n/8 വരെ എക്സിക്യൂട്ട് ചെയ്യും. നമുക്ക് കണ്ടുപിടിക്കണം എന്താണ്? ഈ വൈൽ ലൂപ്പ് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇതേ പ്ലസ് ഇങ്ങനെ പ്ലസ് ചെയ്ത് പോകും. നമുക്കൊരു സീക്വൻസ് കിട്ടുന്നത് ഞാൻ വിചാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് n/2 ടൈംസ് ആണ് ഈ വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ n/4 ടൈംസ് ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിനടുത്ത സ്റ്റെപ്പിൽ n/8 ടൈംസ് ആണ് എക്സിക്യൂട്ട് ചെയ്യുക. ഡെഫിനറ്റ്ലി അടുത്തതിൽ n/16, n/32 അപ് ടു 1 വരെയാണ് പോവുക. ഓർ n/n വരെ. n/n വരെ. ക്ലിയർ ആണോ? അപ്പൊ ഇതിന്റെ സമ്മ്, ഇത് എത്ര ടേം ഉണ്ട് എന്നുള്ളതല്ല നമ്മുടെ വിഷയം. ഇതിന്റെ സമ്മാണ് എന്ത്? ഈ വൈൽ ലൂപ്പിന്റെ എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്താണ്? ഇതിന്റെ സമ്മാണ്. ഡു യു അഗ്രി വിത്ത് ദാറ്റ്? ഓക്കെ, സോ ഇതിന്റെ സമ്മ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ n പുറത്തെടുക്കുകയാണെങ്കിൽ n പുറത്തെടുത്ത് കഴിഞ്ഞാൽ 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16 പ്ലസ് 1/32 പ്ലസ് എക്സെട്ര 1/n ഇങ്ങനെയാണ് എനിക്ക് കിട്ടുക. ആക്ച്വലി എന്താണ് ഇതിന്റെ സമ്മ് എന്താന്ന് പറഞ്ഞാൽ എനിക്കിത് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16 പ്ലസ് 1/32 പ്ലസ് അപ് ടു 1/n ഇതിന്റെ സമ്മ് എന്താന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അത് ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇനി നോക്കുന്നത് ഇങ്ങനെയുള്ള കുറെ സീക്വൻസിന്റെ സമ്മ് എന്തായിരിക്കും വരിക അത് കണ്ടുപിടിക്കാൻ നമ്മൾ പറയൂ. ഷംന, യു ഹാവ് എനി ഡൗട്ട്?